നമസ്കാരം, അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രത്യേക ടോപ്പിക്ക് ആയിട്ടല്ല നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുന്നു, അതുപോലെ പുതിയ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് പോകുന്നത്. പുതിയ ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ക്ലാസ് വയ്ക്കുന്നത്. അപ്പൊ എല്ലാവരും ആക്റ്റീവ് ആകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറുപടികൾ വേഗത്തിൽ വരണം, താമസിക്കരുത്. വീഡിയോസ് ഓൺ ചെയ്യാൻ പറഞ്ഞാൽ ഏത് സമയവും ഓൺ ചെയ്യാനൊക്കെ തയ്യാറാകുന്നവർ മാത്രമാണ് ഗൂഗിൾ മീറ്റിൽ കയറേണ്ടത്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്നാലോ എന്നുള്ളത് കൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ കൃത്യമായി ലൈവായി തന്നെ പങ്കെടുക്കാനും ശ്രമിക്കണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ശ്രേയസ്, ടീച്ചറെ, ഓട്ടിസം പാർക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓട്ടിസം പാർക്ക് ടീച്ചർ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഓട്ടിസം പാർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല ടീച്ചറെ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത്. അതെ അല്ലേ. ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓട്ടിസം പാർക്ക് എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും അത്? അല്ലെങ്കിൽ ഒന്ന് ഊഹിച്ച് പറഞ്ഞു നോക്കൂ മറ്റുള്ളവര്. ഷൈനി ടീച്ചറെ പറയാനാകുന്നുണ്ടോ? എന്തിന് ഇപ്പോഴാണോ അത്? അറിയില്ല ടീച്ചറെ, ആദ്യമായിട്ടാണ് ഞാനും കേൾക്കുന്നത്. ടീച്ചറെ, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും കുട്ടികളുടെ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞോ ടീച്ചറെ. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കോ അമ്മമാർക്കും വേണ്ടി അങ്ങനെയാന്ന് തോന്നുന്നു, ഞാൻ ഊഹിച്ചു പറഞ്ഞതാണ്. അല്ല ടീച്ചറെ, അങ്ങനെയല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ച് എനിക്ക് ധാരണയില്ല. ഹസീന ടീച്ചറെ, അറിയില്ല ടീച്ചറെ, ഞാൻ കേട്ടിട്ടില്ല. ഇല്ല. അപ്പോ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം പ്രസക്തിയും പ്രാധാന്യവും എന്ന് പറയുന്ന പുസ്തകം സി രവീന്ദ്രനാഥ് സാറിൻ്റെതാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റാണ് ഓട്ടിസം പാർക്ക് എന്നത്. അതായത് ഓട്ടിസം പാർക്ക് കൊണ്ടുവരണം എന്ന ആലോചനയുണ്ട് എന്ന നിലയിലാണ് അദ്ദേഹം പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. നിലവിൽ എവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. ഞാനത് റാൻഡംലി ഇപ്പോൾ അത് കണ്ടപ്പോ നിങ്ങളോട് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ്. ഇനി ഇൻ കേസ് നമ്മളിപ്പോ ഇൻക്ലൂസീവ് ഒക്കെ ചോദിക്കുന്നു, അപ്പൊ ആ പോയിന്റ് വിട്ടു പോകാതിരിക്കാനാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയത്. അതിന്റെ നിലവിലെ നടത്തിപ്പിന്റെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം. അത് മറക്കാതെ എല്ലാവരും ഒന്ന് തിരക്കുക. ഞാനും അന്വേഷിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. ഇപ്പൊ കണ്ടപ്പോ ഇനി അത് വിട്ടു പോകരുത് എന്നതുകൊണ്ടാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അതായത് ജന്മന ഉള്ള വൈകല്യങ്ങളാണ് അല്ലെ ഇതൊക്കെ. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെയൊക്കെ ജന്മന ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ മക്കൾക്ക് കഴിവുകൾ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞോളൂ, അനുഭവങ്ങൾ അല്ലെങ്കിൽ അറിയുന്ന കാര്യം. ടീച്ചറെ, യൂട്യൂബിൽ ഒരു മോന്റെ ഒരു വീഡിയോ ഞാൻ കാണാറുണ്ടായിരുന്നു. അവൻ നല്ലപോലെ പാചകം ചെയ്യും. അതായത് അവന് ചിക്കൻ ഇഷ്ടമാണ്. അപ്പൊ അവന്റെ മാമനാണെന്ന് തോന്നുന്നു സഹായിച്ചുകൊണ്ട് അവൻ നല്ലപോലെ. കുഞ്ഞുമോനെ നാണ്ടാ വിളിക്കുന്നേ അല്ലേ? അങ്ങനെ എന്തോ ആണ്. ഇപ്പൊ കുറച്ച് നാളായി ഞാൻ ഇടയ്ക്കൊന്ന് കാണാമായിരുന്നു. പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറിലെ സുകേഷ് കുട്ടൻ. അതെ, സുകേഷ്. അങ്ങനെ നമുക്ക് ഓർക്കാൻ കഴിയുന്ന കുറച്ച് മക്കളുണ്ട് അല്ലേ? ഞാൻ പഠിപ്പിച്ച സ്കൂളില് ഒരു നവ്യ ഏക എന്ന് പറയുന്ന ഒരു മിടുക്കിയായ കുട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേറ്റ് കലോത്സവത്തിനൊക്കെ ഇൻട്രൊഡക്ഷൻ, നമ്മള് എന്താണ്, ഉദ്ഘാടന വേദിയിലൊക്കെ നന്നായി ഡാൻസ് ചെയ്യാനൊക്കെ ഉള്ള അവസരം ആ മോൾക്ക് കിട്ടിയിരുന്നു. മോഹിനിയാട്ടവും ഒക്കെ നന്നായി ചെയ്യുന്ന മോളാണ്. ആള് ഓട്ടിസ്റ്റിക് ആണ്, പക്ഷെ നല്ല കഴിവുള്ള. അപ്പൊ അങ്ങനെ ഓരോ മേഖലയിൽ നമ്മൾ ഈ ബഹുമുഖ പ്രതിഭകൾ എന്നൊക്കെ പറയുന്നത് പോലെ അവർക്ക് ചില മേഖലകളിൽ പ്രത്യേക കഴിവുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഒന്നിലധികം കഴിവുകളുള്ള മക്കളുണ്ട്. ചിലർക്ക് ചില പ്രത്യേക കഴിവുകൾ, ചില കാര്യങ്ങളിൽ മാത്രം അവർക്ക് ശ്രദ്ധ നന്നായി കൊടുക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ കാണപ്പെടാറുണ്ട്. അപ്പോൾ
ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടിസ്റ്റിക് പാർക്ക് എന്ന രീതിയിലുള്ള ആശയം അദ്ദേഹം കൊണ്ടുവന്നത്. അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഒരിക്കലും പാർശ്വവൽക്കരിക്കപ്പെടരുത്, അതുകൊണ്ട് അവർക്ക് വേണ്ടി ചില പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന് രവീന്ദ്രനാഥ് സാർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന സങ്കല്പം തന്നെയാണ് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലും ഉള്ളത്. എങ്കിൽ പോലും പ്രത്യേക ശ്രദ്ധ വേണ്ട ഇടങ്ങളിൽ അത് നൽകണം എന്ന ആവശ്യവുമുണ്ട്. അതുകൊണ്ട് ഒരു മണ്ഡലത്തിൽ ഒരു ഓട്ടിസം പാർക്ക് നിലവിൽ വരണം എന്ന് സർക്കാർ കരുതുന്നു എന്നാണ്. അത് ആദ്യത്തെ സർക്കാരിന്റെ കാലഘട്ടത്തിലാണല്ലോ. ആദ്യഘട്ടത്തിൽ ഒരു ജില്ലയിൽ ഒരു മണ്ഡലത്തിൽ ഓട്ടിസം പാർക്കിന് ഭരണാനുമതി നൽകി കഴിഞ്ഞു. തുടർന്ന് എല്ലാ മണ്ഡലങ്ങളിലും ഈ പദ്ധതി നടപ്പിലാക്കും. മികവുറ്റ ആധുനിക ഉപകരണങ്ങളും പരിശീലനം ലഭിച്ച അധ്യാപകരെയും ലഭ്യമാക്കും. ഓട്ടിസത്തെ പോലെ മറ്റ് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാൻ സംവിധാനങ്ങൾ ഉണ്ടാകും. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് പരിശീലനം നൽകുവാനുള്ള ആധുനിക സംവിധാനങ്ങൾക്കൊപ്പം അവരുടെ അച്ഛനമ്മമാർക്കുള്ള പരിശീലനങ്ങളും ഈ കേന്ദ്രങ്ങളിൽ നടപ്പാക്കും. സ്കൂൾ അടങ്ങുന്ന ആവാസ വ്യവസ്ഥയിൽ തന്നെയാണ് ഓട്ടിസം പാർക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഒന്നല്ല, സ്കൂൾ അടങ്ങുന്ന സ്ഥലത്തിൽ തന്നെയാണ് ഓട്ടിസം പാർക്കും ഒരുക്കുന്നത്. എങ്കിൽ മാത്രമേ അത് ഇൻക്ലൂസീവ് ആകുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അശ്വതി ടീച്ചറെ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ടി വരിക? നമ്മുടെ സ്കൂളിൽ അങ്ങനെ ഒരു കുട്ടിയുണ്ട് എന്നിരിക്കട്ടെ, ടീച്ചറിന്റെ ക്ലാസ്സിൽ. അപ്പൊ എങ്ങനെയായിരിക്കും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക? ഓട്ടിസം ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് പലതരം കഴിവുകളാണ് ഉണ്ടായിരിക്കുക. ആദ്യം നമ്മുടെ ക്ലാസ്സിലുള്ള ആ ഓട്ടിസം ബാധിച്ച കുട്ടിയുടെ ഏത് തരത്തിലുള്ള കഴിവാണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ ചിത്രരചനയായിരിക്കാം, അല്ലെങ്കിൽ നന്നായി പാട്ട് പാടുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ എഴുതാൻ കഴിവുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ഇത്ര വൈവിധ്യങ്ങളായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികളുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അവരുടെ കഴിവ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അധ്യാപിക ആസൂത്രണം ചെയ്യേണ്ടത്. അപ്പൊ ആ കഴിവ് കണ്ടെത്തി ടീച്ചർ പ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രവർത്തനങ്ങളുടെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും? ടീച്ചർ ആസൂത്രണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ കുട്ടി ചെയ്യണമല്ലോ. പ്രവർത്തനങ്ങള് എന്തായാലും നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളത് കൊടുക്കാൻ കഴിയില്ല. കാരണം അവരുടെ ആദ്യം നമുക്ക് അവരുടെ കാപ്പബിലിറ്റി എത്രയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ടല്ലോ. അപ്പോൾ ആദ്യം ലളിതമായിട്ടാണ് നമ്മൾ സമീപിക്കുന്നത്. ലളിതമായ രീതിയിൽ, അതിപ്പോ ഏത് കഴിവാണോ ഉള്ളത് ആ കഴിവിന് ലളിതമായ രീതിയിലാണ് ആദ്യം സമീപിക്കുന്നത്. എന്നിട്ട് ടീച്ചറുടെ പിന്തുണയോടെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് അവരെ എത്തിക്കാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്കൊരു കൈത്താങ് നമ്മൾ കൂടെ നൽകുകയും വേണം. അതിലൂടെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുക. ശരി ടീച്ചർ, നമുക്ക് അവസാനം ക്രോഡീകരിക്കുമ്പോൾ നോക്കാം. അശ്വതി അശ്വതി ശ്രീചന്ദ് പറഞ്ഞോ. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ പലതരത്തിലുള്ള ക്യാരക്ടറുള്ള കുട്ടികളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് ഓട്ടിസം കാണുന്നില്ല. കാണാമോ? ഇപ്പൊ കാണാം. പിന്നെ ചോദ്യം ഒന്നും കൂടി മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒന്ന് ആസൂത്രണം ചെയ്യുമ്പോൾ ലളിത പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ എന്തൊക്കെയാണ് പരിശീലിപ്പിക്കേണ്ടതെന്നാണ് അശ്വതിയുടെ അഭിപ്രായം? ആദ്യം നമുക്ക് അവർ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന ചില കുട്ടികൾ എല്ലാരുമായിട്ട് ഇടപെടത്തില്ല. അത് തന്നെ ആ ഇഡിയറ്റ് ശാസ്ത്രി വന്ന ആ കുട്ടി തന്നെയാണെങ്കിൽ അവ എല്ലാരുമായിട്ട് മിങ്കിൾ ആവത്തില്ല. അവന്റെ അമ്മയോട് മാത്രമായിട്ടാണ് അവൻ മിങ്കിൾ ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് മറ്റുള്ളവരുമായി ഇടപെടാനുള്ള ഒരു സാഹചര്യം നമ്മൾ ആദ്യം ഒരുക്കി കൊടുക്കണം. പിന്നെ അവൻ ഇഷ്ടപ്പെട്ട മേഖല ഏതെന്ന് കണ്ടെത്തുകയും ആ മേഖലയ്ക്ക് വേണ്ടി അവന് കൂടുതൽ അവനെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും വേണം. പിന്നെ നമ്മള് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ അതിന് ചില പ്രത്യേകതകൾ നമ്മൾ നോക്കാറുണ്ട്. ഒന്ന് നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ഉപയോഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കേട്ടോ. അതൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. അതനുസരിച്ച് മറുപടി പറയാനൊന്ന് ശ്രമിച്ചു നോക്കുക. എങ്ങനെയായിരിക്കും? പിന്നെ അടുത്ത ചോദ്യം അശ്വതിയോടല്ല, ഷൈനി ടീച്ചറെ. ഷൈനി ടീച്ചറെ ഷൈനി ടീച്ചറെ
ഹലോ, ഷൈൻ ടീച്ചറെ കേൾക്കാമോ? ഹലോ ടീച്ചറെ. ആ പറഞ്ഞോളൂ ടീച്ചറെ, വീഡിയോ ഓൺ ചെയ്യൂ. കേൾക്കുന്നുണ്ട് ടീച്ചറെ. പറഞ്ഞോളൂ. ഞാൻ ക്വസ്റ്റ്യൻ പറയാം. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങള്, ആ കുട്ടികൾക്ക് നമ്മൾ പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇന്ദ്രിയങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തനങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനോട് ടീച്ചർ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാനുണ്ടായ റീസൺ? പല ഓട്ടിസ്റ്റിക് ആയ കുട്ടികൾക്കും പല ഇന്ദ്രിയങ്ങൾക്ക് പല രീതിയിലായിരിക്കും കഴിവുണ്ടായിരിക്കുക. അപ്പോ ഓരോ കുട്ടികളുടെ കഴിവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില കുട്ടികൾക്ക് ബുദ്ധിപരമായിട്ട് ചിലപ്പോൾ കഴിവ് കൂടുതലുള്ള കുട്ടികളുണ്ടാവും. ചില കുട്ടികൾ ടീച്ചറെ സ്റ്റക്കായോ? ഓട്ടിസ്റ്റിക്, അതിനനുസരിച്ചിട്ട് പ്രവർത്തനങ്ങൾ കൊടുക്കല് വേണ്ടത്. എങ്ങനെയാണ് ടീച്ചറെ, ഒന്നുകൂടി ഒന്ന് പറയാമോ? ഹലോ ടീച്ചറെ. ഓക്കെ ടീച്ചർ, ഹലോ. ഒന്നുകൂടി ഒന്ന് പറഞ്ഞോളൂ. ഒന്നുകൂടി. ഓട്ടിസ്റ്റിക് ആയ കുട്ടികളുടെ പരിമിതികള് പല കുട്ടികൾക്കും പല രീതിയിലായിരിക്കും പരിമിതി ഉണ്ടാവുക. അപ്പോ ചില കുട്ടികൾക്ക് ബുദ്ധിപരമായിട്ട് കഴിവ് കൂടുതൽ ഉണ്ടായിരിക്കും. നല്ല ഐക്യു ഉള്ള കുട്ടികൾ ചിലർ ഓട്ടിസ്റ്റിക് ആയിട്ട് കാണുന്നുണ്ട്. ചില കുട്ടികൾക്ക് കൈനസ്തെറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പം അവരുടെ ആ നിലവാരം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രവർത്തനങ്ങൾ കൊടുക്കണം. എങ്കിലും ഞാൻ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കൂടുതലായി എത്തിയില്ല. ഇന്ദ്രിയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുള്ള, ആദ്യം നമ്മൾ മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് പഠിപ്പിക്കുക അല്ലെ? അതേ അവസ്ഥയാണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും. അങ്ങനെയാണ് തൊട്ടും കണ്ടും മണത്തും ഒക്കെ രുചിച്ചും ഒക്കെ അറിയുന്ന കാര്യങ്ങൾ, അങ്ങനെ അനുഭവത്തിലൂടെയുള്ള പഠനത്തിന് കുറച്ചുകൂടി പ്രാധാന്യം അവർക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി ആരോടാ? സുസ്മിത ടീച്ചറെ, ഇത്തരത്തിലുള്ള ഒരു കുട്ടി ആദ്യമായി ടീച്ചറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാണ്. അവന് സ്കൂളുകളിൽ പോയിട്ട് പരിചയമോ ഒന്നും തന്നെ ഇല്ല. ആദ്യം 1ാം ക്ലാസ്സിലാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ആ കുഞ്ഞിനെ എന്തൊക്കെയായിരിക്കും ആദ്യം പരിശീലിപ്പിക്കുക? ആദ്യം കുട്ടിയെ സംസാരിക്കുന്ന ടൈപ്പാണോ എങ്ങനെയാന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കുട്ടി മിങ്കിൾ ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം നോക്കിയിട്ട് പിന്നെ അവന്റെ താല്പര്യമുള്ള മേഖലകള്, അവന് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടിയെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയതിനു ശേഷം അവനതിനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. അവന്റെ താല്പര്യമുള്ള മേഖലകൾ കണ്ടെത്താൻ നോക്കുക. ഓക്കെ. ഉത്തരം പോകുന്ന പോക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും ക്ലാസ്സിൽ ആക്ടിവിറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, പാഠപുസ്തകം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇനി മറ്റാർക്കെങ്കിലും ഒരു അവസരം. ഹുസ്ന ടീച്ചർ ഒന്ന് പറഞ്ഞു നോക്കൂ. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. അവര് എന്തെങ്കിലും ചെയ്യുന്ന കാര്യം അതന്നെ ചെയ്തുകൊണ്ടിരിക്കാനായിരിക്കും താല്പര്യം. മറ്റുള്ളവരായിട്ട് സംസാരിക്കാനോ മറ്റു കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാനോ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിന് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ മറ്റു കുട്ടികളോട് അവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറയാം. ഇപ്പോ എഴുതാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും അവരോട് മറ്റു കുട്ടികളോട് തന്നെ അവരെ സഹായിക്കാൻ പറയാം. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്താൽ അവർക്ക് കൂടുതൽ താല്പര്യം വരും. പിന്നെ പതിയെ അവരുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കൊടുക്കുക. ഓക്കെ ടീച്ചറെ, എനിക്ക് തൃപ്തിയാകുന്നില്ല. മറ്റ് വേറെ ആരെങ്കിലും? ICT സാധ്യതകൾ ഉപയോഗിക്കാം. പിന്നെ കളിപ്പാട്ടങ്ങള്, കളർഫുൾ ആയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ കൊടുക്കാം. ചാർട്ട് പേപ്പറുകളോ അല്ലെങ്കിൽ കാർഡ്സ്, പിന്നെ
പസിൽസോ അങ്ങനെ എന്തെങ്കിലും ടീച്ചറെ, പഠന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നമുക്ക് ആസൂത്രണം ചെയ്ത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് എത്തിക്കാം. വേറെ ആരാ ടീച്ചറെ? ടീച്ചറെ എന്ന് വിളിച്ചേ. രേഷ്മ ടീച്ചറെ പറഞ്ഞു. ടീച്ചറാ, നെറ്റിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് വീഡിയോ ഓൺ ആക്കാൻ പ്രയാസമുണ്ട് കേട്ടോ. ഓക്കെ, സാരല്ല. നമ്മുടെ സ്കൂളിൽ ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടീനെ ആദ്യമായിട്ട് അതിന്റെ ഫിസിക്കൽ കണ്ടീഷനിങ് ആണ് ആദ്യം അവർ ചെക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല, കേട്ടുകേഴ്വിയേ ഉള്ളൂ. അപ്പൊ അവർക്ക് അതിന് സ്വന്തമായിട്ട് ആ കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടോന്നാണ് ആദ്യം നോക്കിയത്. അതെ അതെ, ആ ഉത്തരമായിരുന്നു വേണ്ടത്. ആരും അത് ചിന്തിക്കുന്നില്ല. സാധാരണക്കാരായ മക്കളുടെ അവസ്ഥയിൽ തന്നെ നിന്നുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ പല ഉത്തരവും പഠന പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടിയെ ഇവരെ നമുക്ക് പഠിപ്പിക്കാൻ, അവരുടെ താല്പര്യം അനുസരിച്ച് പഠിപ്പിക്കാനൊക്കെ നിങ്ങൾ പറഞ്ഞു. അവരെ ജീവിക്കാൻ പരിശീലിപ്പിക്കണ്ടേ? പറഞ്ഞോളൂ രേഷ്മ ടീച്ചറെ. ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് ടോയ്ലറ്റിൽ പോവാനുള്ള ട്രെയിനിങ്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ളത്, അല്ലെങ്കിൽ ആ കുട്ടീനെ അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് മറ്റുള്ള കുട്ടികളുടെ ഹെൽപ്പ് എപ്പോഴാണോ വേണ്ടത് ആ ഹെൽപ്പ് കൊടുക്കാനുള്ള ട്രെയിനിങ് ഒക്കെയാണ് അവർ കൊടുത്തത് എന്നാണ് എൻ്റെ ഒരു അറിവ്. അത് ഞാൻ അവിടെ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് അതിനെപ്പറ്റി അറിയാവുന്നത്. പിന്നെയാണ് അവര് താല്പര്യമുള്ള മേഖലയിലേക്ക് പഠനം എന്ന രീതിയിൽ വലുതായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒന്ന് ആശയവിനിമയം ചെയ്താൽ മതി എന്നുള്ളൊരു കണ്ടീഷനിലാവും ആ പേരൻസ് അവരെ അവിടെ എത്തിച്ചിട്ടുണ്ടാവുക. പഠിക്കുക എന്നുള്ളത് പിന്നത്തെയാണ് അവര് പ്രതീക്ഷ വെക്കുന്നത്. അതെ, തീർച്ചയായും അത് തന്നെയാണ് ഉത്തരവും. അതായത് നമ്മുടെ ക്ലാസ്സിലേക്ക്, 1ാം ക്ലാസ്സിലേക്ക് വരുന്ന ഒരു കുട്ടി, ആദ്യമായി എന്ന് ഞാൻ അതാണ് പറഞ്ഞത്, ആദ്യമായി സ്കൂളിലേക്ക് വരുന്ന ഒരു കുട്ടിക്ക് അന്ന് വരെ അമ്മയുടെ അടുത്തായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം അമ്മയോടും അച്ഛനോടും ആയിരിക്കും. അവിടെ നിന്ന് പുതിയൊരു സാഹചര്യത്തിലേക്ക് വരാൻ അവര് കൂട്ടാക്കില്ല. അവരവിടെ സ്കൂളിലേക്ക് വരാൻ തന്നെ അവര് വിമുഖത കാണിക്കും. അപ്പൊ ആദ്യം നമ്മൾ അധ്യാപകരെ അമ്മയെ പോലെ പെരുമാറി കുട്ടിയുമായിട്ട് നല്ല രീതിയിൽ സഹരക്ഷിതാവ് എന്നുള്ള റോള് നമ്മൾ നിർവഹിക്കുന്നവരാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു അടുപ്പത്തിലേക്ക് ആ കുഞ്ഞുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത്. അതിന് ആദ്യം അമ്മയുടെ സഹായം വേണ്ടി വരും. രക്ഷിതാവ് കുറച്ച് ദിവസം സ്കൂളിൽ നമ്മളോടൊപ്പം ഇരിക്കേണ്ടി വരും. അങ്ങനെ പതിയെ പതിയെ അവരുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ നമ്മളിലേക്ക് അടുപ്പിക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ആദ്യം നമ്മൾ അവരുടെ ട്രസ്റ്റ് വിൻ ചെയ്യുക എന്നുള്ളതാണ്. വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഈ മക്കള് നമ്മൾ പറയുന്ന എന്തും ചെയ്യും, നമ്മളോടൊപ്പം നിൽക്കും. അപ്പൊ ഞാൻ ഒരു 1-2 അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഞാൻ അമൃത ഹോസ്പിറ്റലിൽ ഒരു ആവശ്യത്തിന് പോയപ്പോ ഒരു മോള് ഇതുപോലെ ഉള്ള ഒരു കുഞ്ഞ് പെട്ടെന്ന് ഞാൻ കുറച്ചു നേരം ഒന്ന് സംസാരിച്ചപ്പോ അമ്മയ്ക്ക് ബില്ല് അടയ്ക്കാനും പിന്നെ കുറച്ച് ദൂരത്തേക്ക് പോണേ, കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകാൻ അവള് കൂടെ പോകാൻ തയ്യാറാകുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ചു നേരം കയ്യിലൊക്കെ പിടിച്ച് മോൾ എന്താ പേരെന്താന്നൊക്കെ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ആള് എന്റെ കയ്യിൽ ഇങ്ങനെ കൂർത്ത് പിടിച്ചങ്ങ് ചാരി കിടന്നു കുറച്ചു നേരം. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പോയിട്ട് വാ, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ അമ്മ പോയി. അമ്മ പോയിട്ട് വരുന്നത് വരെ ആളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അത് എനിക്കും അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. നമ്മളോട് ആ കുഞ്ഞുങ്ങളെ ഈ സ്നേഹം കാണിക്കുക, പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. നമ്മുടെ മക്കൾ നമ്മളോട് കാണിക്കുമ്പോൾ ഉള്ള ഒരു മാതൃവാത്സല്യം നമ്മൾ അനുഭവിച്ചറിയുന്ന അമ്മമാരാണ്. അതേ ഫീലാണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾ. അവരെത്ര നിഷ്കളങ്കരാണെന്നുള്ളതാണ്. നല്ല സ്നേഹമാണ്. അപ്പൊ ആ സ്നേഹം നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. എല്ലാ അധ്യാപകരും ഒരിക്കലും അവരെ ഞാൻ എന്ത് ചെയ്യുമെന്ന വിഭ്രാന്തിയോ പരിഭ്രമമോ എന്റെ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കുമെന്ന ചിന്തയോ ഇങ്ങനെയൊന്നും ഒരു അധ്യാപകർക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളവരും ഉള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ചില ഇങ്ങനെ പിന്നെ അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ, ഓട്ടിസ്റ്റിക് മാത്രമല്ല എല്ലാവരുടെയും കാര്യം പറയാണ്. ഇത്തരം കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ എനിക്കറിയാവുന്ന ഒരു അധ്യാപിക ഉണ്ട്. അപ്പൊ ആ ടീച്ചറിന്റെ ക്ലാസ് ചോദിച്ച് രക്ഷിതാക്കൾ വരും. ആ ടീച്ചറിന്റെ ക്ലാസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ വരുന്ന ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരാനുള്ള റീസൺ ടീച്ചർ അങ്ങനെ ആ കുട്ടികളെ പരുവപ്പെടുത്തി എടുക്കുമെന്നുള്ള വിശ്വാസമാണ്. അത് മറ്റധ്യാപകർക്ക് എന്തുകൊണ്ട് നേടിയെടുക്കാനായില്ല എന്നതൊരു ചോദ്യമാണ്. ആ സ്കൂളിൽ എത്രയോ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ് ടീച്ചേഴ്സിന് ആർക്കും നേടിയെടുക്കാൻ കഴിയാത്ത ഒരു വിശ്വാസമാണ് ടീച്ചർ ഉണ്ടാക്കിയെടുത്തത്. നമ്മളെല്ലാവരും അതുപോലെയാകണം. അപ്പൊ ആദ്യം കുട്ടികളുടെ വിശ്വാസം നേടിയെടുക്കുക. അവരെ സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് അവരെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കാനാവൂ. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതാണ് അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്
അവരുടെ ശീലങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് അവരുടെ ശീലങ്ങൾ? അവർ ടോയ്ലറ്റിൽ പോകുന്നത് എത്ര സമയം ഇടവിട്ടാണ് ടോയ്ലറ്റിൽ പോകുന്നത്, ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടവേള, എത്രത്തോളം ആഹാരമാണ് അവർ കഴിക്കുക, എപ്പോഴൊക്കെയാണ് അവർക്ക് വിശപ്പ് അനുഭവപ്പെടുക. ഇങ്ങനെയുള്ള മക്കൾക്ക് ഈ ഒരു രീതികളൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇതൊക്കെ അമ്മയുമായിട്ട്, അമ്മ അതിനാണ് 1-2 ദിവസം അമ്മയും കൂടി നമ്മളോടൊപ്പം വേണ്ടി വരും എന്ന് പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം, നമ്മൾ മനസ്സിലാക്കി കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കണം. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ചില കുട്ടികൾക്ക് യൂറിൻ പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല, അവർക്ക് അറിയില്ല, അങ്ങനെ അങ്ങ് പോകും. അപ്പൊ അതിനൊക്കെ ഉള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം, കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കൂടെയുള്ള മക്കളെ ആണെങ്കിലും ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി അവരിലും ഉണ്ടാക്കിയെടുക്കണം. ഇത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും ക്ലാസ് മുറിയിൽ ഉണ്ടായാൽ, അതായത് യൂറിനൊക്കെ പോവുക, അല്ലെങ്കിൽ അറിയാതെ അവരെന്തെങ്കിലും ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള പരിശീലനം മറ്റു കുട്ടികൾക്ക് കൊടുക്കണം. സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക, ടോയ്ലറ്റിൽ തനിയെ പോവുക, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച്, ആ കുട്ടിയെ സംബന്ധിച്ച് അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അവന് സങ്കീർണമായ പ്രവർത്തനങ്ങളായിട്ടാണ് അവൻ ദിനചര്യയെ നോക്കി കാണുക മിക്ക കുട്ടികളും. അപ്പൊ അങ്ങനെ വരുമ്പോ അവ ലളിതമാക്കി കൊടുക്കലാണ് ആദ്യം നമ്മളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ നിസ്സാരമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, പക്ഷേ അനുഭവങ്ങൾ വരുമ്പോഴാണ്. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്ത സ്കൂളില് 5ാം ക്ലാസ്സിൽ ഒരു കുട്ടി ഇത്തരത്തില് ഒരു മോനുണ്ടായിരുന്നു. അപ്പം ഒന്ന് എന്റെ ആദ്യത്തെ സ്കൂൾ അനുഭവമാണ്. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു മോനും കൂടി ഉള്ളപ്പോൾ എന്ത് വേണമെന്നറിയില്ല, നമ്മളുടെ ഏജും കുറവാണ്, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള പരിഭ്രമമുണ്ട്. എന്റെ ക്ലാസ് ടീച്ചർ അല്ല ഞാൻ, പക്ഷെ എനിക്ക് ആ ക്ലാസ്സിൽ പഠിപ്പിക്കാനുണ്ട്. ആദ്യം എന്ത് ചെയ്യും, അപ്പോൾ ഓരോ ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ അവനെ മൈൻഡ് ചെയ്യണ്ട എന്ന അഭിപ്രായങ്ങൾ വരെ പറഞ്ഞവരുണ്ട്. ഏതെങ്കിലും മൂലയിൽ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ അവനെ ഒന്നും ചെയ്യേണ്ട, അവന് ഇഷ്ടമുള്ള പോലെ നടന്നോട്ടെ, ഇറങ്ങി നടക്കും, അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ 1-2 ദിവസം നമുക്കത് മനസ്സിനെ അലട്ടും, പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യും എന്തൊക്കെ വേണമെന്ന്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അവന് ഇങ്ങനെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പൂച്ചയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കും. അതിനെ കാണാനാണ് ഇവന് എണീറ്റ് പോകുന്നത്. ഈ ചില ജീവികൾ പോകുമ്പോൾ അതിനെ കാണാനായിട്ട് ഓടി ജനലിന്റെ അടുത്തേക്ക് പോവുക, അങ്ങനെ. അപ്പം ദൂരെ ഇരുത്തുമ്പോഴാണ് അവന് ഇറങ്ങി പോകേണ്ടി വരുന്നത്, ചിലപ്പോൾ വാതിലിലൂടെ കടന്നു പോകുന്നതും ഒക്കെ. ഞാൻ അവന്റെ സീറ്റ് ആ ജനാലയുടെ അടുത്തേക്ക് ഒതുക്കി കൊടുത്തിട്ട് കുറച്ച് ദിവസം അത് അവന് ഇഷ്ടമായി, അവൻ അതുമായിട്ട് അങ്ങ് ഇണങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി കാണുന്ന കാഴ്ചകൾ എന്നോട് പറയണം, ഞാൻ ചോദിക്കും, എല്ലാ ദിവസവും ക്ലാസ്സിൽ ചോദിക്കും എന്ന് പറഞ്ഞ് അപ്പൊ അവനൊരു പരിഗണന കിട്ടുന്ന ഒരു ഫീല് വന്നു. അത് കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഒരു കുട്ടി ഇറങ്ങി ഓടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന കാര്യമല്ല. നമുക്ക് പിടിച്ചു നിർത്താനുള്ള നമ്മളെക്കാൾ ബലം അവർക്ക് ചില സമയം ഉള്ളതായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയും അനുഭവം ഉണ്ടായിട്ടുണ്ട്. വേറൊരു ടീച്ചറിന്റെ ക്ലാസ്സിൽ നിന്ന് മോന് ഇറങ്ങി ഓടിയപ്പോൾ ഞങ്ങൾക്ക് പോയി പിടിച്ച് കൊണ്ടുവരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദേഷ്യപ്പെട്ടിട്ടുണ്ട്, സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ആ കുഞ്ഞിനെ ഒതുക്കി കൊണ്ടുവന്നത്. അപ്പൊ അവനെ ഒന്ന് പരുവപ്പെടുത്തി കൊണ്ടുവന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് ആ ക്ലാസ്സിൽ പിന്നീട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവനിലേക്ക് എത്തിക്കാനാകുമോ. ആദ്യം ഈ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് അവന്റെ ഇഷ്ടങ്ങൾക്ക് ഒത്ത് നമ്മൾ നിൽക്കുന്നത്. പിന്നെ അവൻ മാനേഴ്സ് പഠിക്കണം, അല്ലെ? ക്ലാസ് റൂം മാനേഴ്സ് എന്താണ്, നമ്മൾ ഓരോരുത്തർ പെരുമാറേണ്ടത് എങ്ങനെയാണ്. അപ്പൊ വെറുതെ ഉറക്കെ സംസാരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനത് കൺട്രോൾ ചെയ്ത്, അങ്ങനെയല്ല, ടീച്ചറിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയാൽ മതി, ടീച്ചർ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞു. പിന്നീട് അവൻ അത് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കുമ്പോൾ അവനൊരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ കൈയൊക്കെ പൊക്കും. അങ്ങനെ ഓർമ്മപ്പെടുത്തി പിന്നീട് അത് പതിയെ ചില ശീലങ്ങളൊക്കെ വന്നു തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പോ ഒരു സസ്യത്തിന്റെ ഭാഗങ്ങള് ഈ 5ാം ക്ലാസ്സിലൊക്കെ വരുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് സൈലം ഫ്ലോയും ആ രീതിയിൽ പോയി എന്നാണ് എന്റെ ഓർമ്മ. എനിക്കറിയില്ല, കുറച്ചുകൂടി സങ്കീർണമായിട്ട് പ്രകാശ സംശ്ലേഷണത്തിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഇവന് കൊടുക്കുന്ന പ്രവർത്തനം അതിന്റെ തന്നെ ചിത്രങ്ങൾ വരച്ച് നിറം കൊടുക്കുക, അങ്ങനെ കുറച്ചുകൂടി ലളിതമാക്കി. അനുരൂപീകരണമൊക്കെ നമ്മൾ ഇപ്പോഴാണ് അനുരൂപീകരണം നടത്തിയ ടീച്ചിങ് മാനുവലിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്കൊക്കെ ക്ലാസ് എടുത്ത ശേഷമാണ് ഇത്രയും കേട്ടിട്ടുള്ളതും പരിചയപ്പെടുന്നതും ഒക്കെ. അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, TTCക്ക് പഠിച്ച ഒരു ഓർമ്മ എനിക്കില്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് അവരിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നുള്ള ലളിതമാക്കി ആ പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. ക്ലാസ് റൂമിൽ ബാക്കി കുട്ടികളുമായിട്ട് എങ്ങനെ ഇടപഴകണം. അപ്പോൾ
ഇത് നിസ്സാരമായ കാര്യമല്ല. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ അവരെ പഠിപ്പിച്ച് എടുക്കല്, അവരെ വലിയ രീതിയിലേക്ക് പഠിപ്പിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ അവരുടെ ഇഷ്ടങ്ങളെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാം. അതിന് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ടാലന്റ് ലാബിന്റെ കാര്യം എല്ലാം നമുക്ക് അവിടെ പറയാം. അപ്പൊ അവർക്ക് പഞ്ചേന്ദ്രിയങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉള്ളത്. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കലാണ് അവർക്ക് കുറച്ചും കൂടി പറ്റുന്ന കാര്യം. അപ്പൊ അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ദുബായിലൊക്കെ ഒരു സ്കൂളിന്റെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള മക്കളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിന്റെ വീഡിയോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. അവിടെ ചെയ്യുന്നത് അവർക്കെല്ലാം ചെയ്തു പഠിക്കാനുള്ള അവസരങ്ങളാണ്. തൊട്ട് മനസ്സിലാക്കുക, തൊട്ട് അനുഭവിച്ചറിയുക. അവർക്ക് ഓരോ ദിവസം അവരുടെ ഇഷ്ടം അനുസരിച്ചുള്ള റോളുകൾ കൊടുക്കുക. ആ റോള് ചിലപ്പോൾ അവർക്ക് ഇലക്ട്രോണിക് ആയിട്ടുള്ള ഇത് കഴിവുള്ള കുട്ടികളുണ്ട്, അവർക്ക് അത്തരം പരിശീലനങ്ങൾ കൊടുക്കുക. ഇഷ്ടത്തിനനുസരിച്ച് പരിശീലിപ്പിക്കുന്ന ഒരു സ്കൂളും അതുപോലെ അവരുടെ പാർക്ക് അവരെ കൂടുതൽ ആക്റ്റീവ് ആക്കി. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വണ്ണം വെക്കുന്നൊക്കെ ഒരു രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള കുറച്ച് ശാരീരിക പരിശീലനമുള്ള പാർക്കുകളും അവരുടെ ഗെയിംസും എല്ലാം ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് ഉള്ള ഒരു സ്കൂളിന്റെ ഒക്കെ ദൃശ്യങ്ങൾ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനു വേണ്ടി അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. അപ്പൊ അത് നിങ്ങളും കൂടി നോക്കിയാല് നമുക്ക് പ്രവർത്തനങ്ങൾ കാണാം. ഇങ്ങോട്ടേക്ക് അതൊന്നും അത്രത്തോളം വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ പറയാം. ഓക്കെ ആണോ? കുറച്ച് പോയിന്റ് ഓക്കെ. പിന്നെ നമുക്ക് ചെയ്യാനാകുന്നത് ഈ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കഴിവുകൾ നമ്മൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ, അത് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അവരുടെ മത്സരങ്ങളുണ്ട് അല്ലെ, ഭിന്നശേഷിക്കാരുടെ മത്സരങ്ങളുണ്ട്. അതിലേക്ക് കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക, അവരെ അംഗീകരിക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് ഇവർക്ക്. അപ്പൊ ഇവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ പാഠഭാഗം ഇങ്ങനെ തീർക്കുന്നതിന്റെ ഇടയിൽ ഈ കുഞ്ഞുങ്ങൾ അതിന്റെ ഇടയ്ക്കായിരിക്കും ടീച്ചറെ എന്നൊരു വിളി. എപ്പോ അവര് വിളിച്ചാലും നമ്മൾ അവരെ അറ്റൻഡ് ചെയ്യണം, അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ഒപ്പം അവരെ പതിയെ കാര്യങ്ങൾ പറഞ്ഞ് ക്ലാസ്സിലെ രീതികൾക്ക് അനുസരിച്ച് കൊണ്ടുവരണം. അവരുടെ ബേസിക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും അവരെ പഠിപ്പിച്ചുകൂടി എടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവരെ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളതാണ് ആദ്യ പടി എന്ന് പറയുന്നത്. ഇതൊക്കെ ഓർക്കുക. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ടീച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഭിന്നശേഷി എന്ന ക്യാപ്ഷനിൽ പറയാം, അല്ലാതെ ഓട്ടിസ്റ്റിക് എന്നല്ല. ഒരു കുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞുള്ള ഒരു ക്ലാസ്സിൽ, പിന്നെ എൻ്റെ അമ്മയെ പോലെ കാണുന്ന ഒരു അധ്യാപിക, ഞാൻ വർക്ക് ചെയ്ത സ്കൂളില് ബിൻ ടീച്ചർ എന്ന് പറയും. അപ്പൊ ടീച്ചർ ചെയ്തിരുന്നത് ആ ഇന്റർവെല്ല് കൃത്യമായിട്ട് എഴുതിയെടുത്ത് കൃത്യമായി അത് ചാർട്ട് ചെയ്തു, എത്ര സമയത്തിനിടയിലാണ്. അപ്പോൾ എത്രയോ മിനിറ്റ്, 15 മിനിറ്റ് അത്രയും കണ്ടാണ് ആ കുട്ടിക്ക് പറ്റുക. അപ്പൊ അതനുസരിച്ച് ടോയ്ലറ്റിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ക്ലാസ് റൂം തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് ഓരോ കുട്ടികൾക്ക് ചുമതല കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഗേൾസ്, ഈ കൊച്ചിനെ പെൺകുട്ടിയാണ്, അപ്പൊ അവളെ ആ ഒരു സമയത്ത് ആ മോളെ കൊണ്ടുപോകണം, ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകണം. ടീച്ചർ പറഞ്ഞു, ആദ്യമൊക്കെ വിചാരിച്ചു ആരെങ്കിലും പരാതി പറയാല്ലേ, കുട്ടികൾക്കൊരു മടി കാണും. പക്ഷെ എല്ലാ കുട്ടികളും സ്നേഹത്തോടെ അത് ഏറ്റെടുക്കുകയും പിന്നീട് ആ കുട്ടിക്ക് ഒരിക്കലും ക്ലാസ് റൂമിൽ അങ്ങനെ ഒരു അനുഭവം, ദുരനുഭവമാണ്. അങ്ങനെയൊക്കെ അനുഭവം വരുമ്പോഴാണ് രക്ഷിതാക്കളും ആ കുട്ടിയും ഒക്കെ സ്കൂളിലേക്ക് വിടാനും വരാനും ഒക്കെ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ മാറി എന്നുള്ളത് ടീച്ചർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇപ്പൊ രേഷ്മ ടീച്ചർ ചോദിച്ച് മനസ്സിലാക്കിയ പോലെ നിങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക അനുഭവമുള്ള അധ്യാപകരിൽ നിന്ന്. ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഒരു മോളുണ്ട്, എല്ലാ ദിവസവും നടക്കാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ടീച്ചർ ഒരാഴ്ച മുന്നത്തെ പത്രത്തിലാണെന്ന് തോന്നുന്നു, ഇപ്പൊ 10ാം ക്ലാസ്സിലെ യാത്രയപ്പ് നടക്കുകയാണല്ലോ കുറെ സ്കൂളുകളിലൊക്കെ. അപ്പൊ അതില് ഒരു സ്കൂളില് യാത്രയപ്പിന് അതിഥികളായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് ഈ ബഡ്സ് സ്കൂളിലെ കുട്ടികളെയായിരുന്നു. അപ്പൊ അവരാണ് അതിഥികളായിട്ട് വന്നിട്ടുള്ള സ്കൂളിലേക്ക്. അപ്പോ അവരെ കൊണ്ടുവരികയും അവരെ അതിഥികളെ പോലെ ഇരുത്തുകയും എന്നിട്ട് ആ കുട്ടികളുടെ തന്നെ ബഡ്സ് സ്കൂളിലെ ആ കുട്ടികളുടെ കലാപരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ആ യാത്രയപ്പിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അതിപ്പോ ഇപ്പടുത്ത് കണ്ടതാണ്. അപ്പൊ അവിടുത്തെ അവരുടെ HM പ്രത്യേകം പറഞ്ഞിരുന്നു, ഇങ്ങനെ ആദ്യമായിട്ടാവും ചെയ്യണ്ടാവുക, കാരണം ഇങ്ങനെ ഇത്രയും പരിഗണനയൊന്നും അവർക്ക് കിട്ടാറില്ല, പക്ഷെ ഇത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു പത്രത്തില്. ടീച്ചർ അത് പറഞ്ഞത് കാര്യമായി. അപ്പൊ അങ്ങനെയുള്ള പരിഗണന കൊടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ കൂടി ബാധ്യസ്ഥതയാണ് അല്ലെ, കടമയാണ്. അപ്പൊ നമ്മളും അധ്യാപകരും അത് പിന്നെ സ്കൂളിലേക്ക് ഇത്തരം കുട്ടികളെ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അവരോടുള്ള മനോഭാവം
മറ്റു കുട്ടികൾക്ക് മാറേണ്ടതായിട്ടും അവരെ പരിഗണിക്കേണ്ടതായിട്ടും ഉണ്ട്. ഹുസ്നി ടീച്ചറെ ടീച്ചറെ പറഞ്ഞു. ആ ഞാൻ വർക്ക് ചെയ്യണ സ്കൂളില് ഞങ്ങളെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ബഡ്സ് സ്കൂളുണ്ട്. ആ ആ അവിടെ കുറെ കുട്ടികൾ വരാറുണ്ട്. അവരെ സ്കൂളിൽ എന്ത് പരിപാടി നടക്കുമ്പോഴും ഓണപരിപാടി അങ്ങനെ ആഘോഷങ്ങൾ നടക്കുമ്പോഴും അവരെയും കൂടി പങ്കെടുക്കാറുണ്ട്. ഇപ്പൊ ഈ വാർഷികത്തിനും അവരെ കോൽക്കളി ഉണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും പരിപാടികൾ തന്നെയാണ്. കലാമേളകളൊക്കെ ആയിട്ട് എന്നും അവിടെ പ്രാക്ടീസ് ആണ്. പിന്നെ അവര് വർക്ക് എക്സ്പീരിയൻസിൽ നല്ല വർക്കുകൾ ചെയ്യും. പൂക്കൾ ഉണ്ടാക്കുന്നിട്ട് ഞങ്ങള് സ്കൂളിലേക്ക് വരുമ്പോ ടീച്ചറെ പൂവ് ഇതാന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് തരും. അങ്ങനെ ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് അവരെ പേടിയാണ്. അങ്ങനെ ചിലപ്പോ അവരങ്ങനെ പെരുമാറുന്നോണ്ട് അങ്ങനെ പേടിച്ചിട്ട് അവിടുന്ന് മാറ്റണം എന്ന് പറയുന്നുണ്ട്. സ്കൂൾ കോമ്പൗണ്ടിന്ന് ആ ബഡ്സ് സ്കൂൾ മാറ്റണം എന്ന് പറയുന്നുണ്ട്. അതാ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റും. നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്തും നമ്മളിലും ഒക്കെ ഈ പേടി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പഠിക്കുന്ന സമയത്ത്. പക്ഷെ അത് മാറ്റാൻ ആരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. ആ കുട്ടികളുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ പോലെ സ്നേഹമുള്ളവരായിട്ട് ആരും ഉണ്ടാവില്ല. പിന്നെ കരുതൽ വേണം, വേണ്ടത് തന്നെയാണ്. ചില സമയത്ത് ഇവർ പെട്ടെന്ന് പ്രതികരിക്കും, പെട്ടെന്ന് ഇറങ്ങി ഓടുക, ഇറങ്ങി പോവുക. അപ്പൊ ആ സംവിധാനമൊക്കെ അതെല്ലാം എപ്പോഴും നമ്മൾ വിജിലന്റ് ആയിരിക്കണം എന്നൊരു കാര്യമുണ്ട്. അതൊക്കെ വേണ്ടി വരും. പക്ഷേ എല്ലാ കുട്ടികളും അങ്ങനെയല്ല. നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോ പിന്നെ എന്താ അത്രയൊക്കെ മതി. ബാക്കിയൊക്കെ നിങ്ങൾ കുറച്ചുകൂടി കണ്ടെത്തി ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്താണ് ആദ്യം വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ ജോളി ടീച്ചറെ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ കലാകായിക സാംസ്കാരിക പാർക്ക് സ്കൂളുകളിൽ വേണമോ വേണ്ടയോ? കലാകായിക സാംസ്കാരിക പാർക്ക് ആരാണ് പറയുക? നോക്കട്ടെ, മിണ്ടാതിരിക്കുന്നവരുണ്ടല്ലോ. ഇതുവരെ മിണ്ടാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ടീച്ചറെ, ആ പറഞ്ഞു. കലാകായിക പാർക്ക് എന്തായാലും സ്കൂളുകളിൽ വേണം. കാരണം പഠനത്തോടൊപ്പം കുട്ടികളെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഇതായാലേ അവർക്ക് സമഗ്രമായ ഒരു വികസനം സാധ്യമാവുകയുള്ളൂ. നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ സമഗ്രമായ വികാസമാണ്, അല്ലാതെ പഠന പ്രവർത്തനത്തിൽ മാത്രമല്ല. അപ്പൊ കലാകായിക വിദ്യാഭ്യാസത്തിൽ കലാകായിക ഇത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ അവരെ എല്ലാ സമഗ്രമായ വികസനം നടക്കുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ഉള്ളത്. അപ്പൊ അത് കണ്ടെത്തിയിട്ട് കുട്ടികൾക്ക് ഏതിലാണോ കഴിവുള്ളത് വെച്ചെങ്കിൽ അത് തെളിയിച്ച് കുട്ടികളെ ഭാവി ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ നല്ല മക്കളാക്കാൻ ശ്രമിക്കണം ഒരു ടീച്ചർ എന്ന നിലയിൽ. ഓക്കെ, അപ്പൊ ടീച്ചറിന്റെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മഞ്ജു ടീച്ചറെ ടീച്ചർ വീഡിയോ ഒന്ന് ഓൺ ചെയ്യണേ. ടീച്ചറെ, ഞാനിപ്പോ ഒരു സ്കൂളിന്റെ മാനേജറാണ്, അല്ലെങ്കിൽ HM ആണ്. ഞാൻ പിന്നെ എൻ്റെ സ്കൂളില് പാർക്കിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് ഞാൻ പറയുകയാണ്, അവിടെ നമുക്കൊരു പുതിയൊരു കെട്ടിടം പണിയാം, ഒരു ക്ലാസ് മുറി പണിയാം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. നിങ്ങളോടൊക്കെ അഭിപ്രായം ചോദിക്കുന്നു. അപ്പൊ മഞ്ജു ടീച്ചർ ആണെങ്കിൽ എന്തായിരിക്കും പ്രതികരണം? പുതിയ കെട്ടിടം പണിയേണ്ട, പാർക്ക് തന്നെയാണ് കുട്ടികൾക്ക് കെട്ടിടത്തിനേക്കാൾ ആവശ്യമുള്ളത്. കാരണം കുട്ടികൾക്ക് പഠനത്തോടൊപ്പം കളിക്കാനുള്ളതും കായിക വിദ്യാഭ്യാസവും ഒക്കെ കുട്ടികൾക്ക് ആവശ്യമാണ്. പഠനം മാത്രമല്ലല്ലോ. ടീച്ചർ ഈ ഒരു എനർജിയിൽ പറഞ്ഞാൽ ഒരു HM കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് പിള്ളേർക്ക് കളിക്കുകയാണ് വേണ്ടത്. ഇങ്ങനൊക്കെ പറഞ്ഞ ഒരു HM കേക്കുവോ മഞ്ജു ടീച്ചറെ? ടീച്ചറായിട്ട് സംസാരിക്കണ്ടേ? കുറച്ചുകൂടെ ഒന്ന് ഒരു പവർ വരട്ടെ, പവറേഷ്. നല്ല പവറിൽ പറയണം. പറഞ്ഞോ ആദ്യം മുതൽ പറയാ.
ചിരിച്ചോണ്ടിരിക്കില്ല, ആ ചിരിയാ മാറേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ ആയിരുന്നു. ഇന്റർവ്യൂ ബോർഡിനെ മൊത്തത്തിൽ ചിരിപ്പിച്ചിട്ട് വരുവോ? മഞ്ജു ടീച്ചറേ, നമ്മുടെ സ്കൂളിൽ എന്തിനാ ഈ പാർക്കൊക്കെ? ഞാൻ ആ പാർക്ക് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു പിന്നെ ലാബ് അങ്ങ് പണിതാലോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു തിയേറ്റർ അങ്ങ് പണിയാന്നൊക്കെയാ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു കെട്ടിടം കൊണ്ടുവരാന്നാ ഞാൻ വിചാരിക്കുന്നത്. വെറുതെ വെയിലും കൊണ്ട് പിള്ളേര് കിടന്ന് വെളിയിൽ കിടന്ന് കുത്തിമറിഞ്ഞ്. കുട്ടികൾക്ക് പാർക്ക് ആവശ്യമാണ്, ഒരു സ്കൂളില് പാർക്ക് ആവശ്യമാണ്. അപ്പൊ അവർക്ക് അവരുടെ എന്താ പറയാ, പഠനത്തിനോടൊപ്പം അവർക്ക് കായികമായിട്ടുള്ള കളികളും എന്തിനാ അതൊക്കെ ടീച്ചറെ പിള്ളേര് കളിക്കുന്നേ? അവര് വിയർത്ത് കുമ്മി ആകെ പ്രശ്നമായി. പിന്നെ കായിക ശേഷിയും കൂടെ ഉണ്ടാക്കിയിട്ട് വേണോ ഇനി ആ പിള്ളേര് ബാക്കിയുള്ളവരുടെ മെക്കിട്ട് കയറാൻ? ടീച്ചർ അത് ആവശ്യം. ടീച്ചറെ ആവുകയാണ് ടീച്ചറെ, കഷ്ടമുണ്ട് ടീച്ചറെ. പാർക്ക് വേണം ടീച്ചറെ. ടീച്ചറെ ഒരു സ്കൂളായ പാർക്ക് വേണ്ടേ ടീച്ചറെ? എന്തൊരു ടീച്ചറെ ഈ പറയണത് അല്ലേ? ഇങ്ങനെ ഇരുന്നാ പറ്റൂല, നമുക്ക് സമയമില്ല. എന്താണ് ഇന്റർവ്യൂവിന്റെ ചൂട് വന്നില്ല, ഡേറ്റ് വന്നില്ലെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടെന്ന് അറിയാലോ. എന്തെങ്കിലും അറിയാം, പക്ഷെ സെൻസ് പരമായിട്ട് പറയാനൊരു എല്ലാം ഉണ്ടങ്ങ് മടി. ഇത് മടി പിടിച്ചിരിക്കുക, മടി. കൊച്ചെങ്ങാണം വന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, അമ്മയ്ക്ക് നല്ല മടിയാണ്, അമ്മയെ ശരിയാക്കണമെന്ന്. പിള്ളേരുടെ അടുത്ത് മാത്രം ഒച്ച എടുക്കണം കേട്ടാ. അയ്യോടാ, അവിടെ പോയിരുന്ന് ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി ഇങ്ങനെ ചിരിച്ചാണെങ്കിൽ അവനും 13 മാർക്ക് നിന്ന് വിടുമെന്നാ വിചാരിച്ചിരിക്കുന്നെ. കൊള്ളാം. ഇനി എല്ലാരും ചിരിക്കുക, ടീച്ചറിനെ എല്ലാരും കളിയാക്കുന്നു. കണ്ട എത്ര സ്മൈലിയാ വന്നേന്ന്. നിങ്ങൾ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, അടുത്ത പ്രാവശ്യം നോക്കിയോ ടീച്ചർ ഉത്തരം പറയും. എന്റെ പൊതുവുള്ള ക്യാരക്ടർ തന്നെയാണ് ടീച്ചർ. ഞാൻ ഇത് മാത്രല്ല ചിരിക്കണേ. ഞാനിനി എന്തോ ചെയ്യും? ഞാൻ എന്ത് ചെയ്തെടുത്താക്കും പറ. സാരല്ല, നന്നായിട്ട് ആലോചിച്ച് എന്ത് കിട്ടിയാലും നമ്മളെ കൊണ്ട് പൊതുവെ സംസാരിക്കും, പക്ഷെ ഇത് കാര്യമായിട്ട് പറയാനുള്ള ഒരു ശരിയായില്ല. എന്നാ പിന്നെ നമുക്ക് ഈ ജോലി വേണ്ടെന്ന് എഴുതി കൊടുത്തൂടെ? ഈ ഇന്റർവ്യൂവിന് ശരിക്ക് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ ഈ ജോലി വേണ്ടെന്ന് എഴുതി കൊടുക്കേണ്ടി വരും. നമ്മള് പിള്ളേരെ പഠിപ്പിക്കാൻ പോവാണ്, നമ്മുടെ പിള്ളേര് ചിരിച്ചോണ്ടിരുന്നാ മതിയാ. ഹാപ്പി ആയിട്ടിരിക്കണം, അത് അടിപൊളി തന്നെ. നല്ല നല്ല കാര്യമാണ്. നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് എല്ലാത്തിനെയും നിസ്സാരമായി കാണാനൊക്കെ നമുക്ക് പറ്റണം, അത് അടിപൊളിയാണ്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മൾ പുറകിലായി പോവും. അങ്ങനെ ആകാതെ നോക്കണം. അതുകൊണ്ട് ഇനി എല്ലാവരും ശ്രദ്ധിക്കണം. മഞ്ജു ടീച്ചർ എല്ലാ ദിവസവും വോയിസ് ഇടുന്നുണ്ടോന്ന് കൂടെയുള്ള എല്ലാവരും നോക്കണം കേട്ടോ. ഇടാത്ത ദിവസം എന്നോട് കൃത്യമായി പറയണം. ഇതുവരെ അങ്ങനെയൊന്നും ഞാൻ എന്റെ ശ്രദ്ധയിൽ വിട്ടില്ല. ഒന്നാമത് നമുക്ക് ഈ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ 2 വോയിസ്. അതുപോലെ ടീച്ചർ പിന്നെ വോയിസ് കൃത്യമായിട്ട് ഇടുന്നതുകൊണ്ട് അശ്വതി ടീച്ചറൊക്കെ തമ്പ് കാണിച്ച് ടീച്ചറൊക്കെ നോക്കിക്കോളൂ. ഇനി എല്ലാവരും നോക്കണം. മഞ്ജു ടീച്ചറിന്റെ നമ്പർ എല്ലാവരും സേവ് ചെയ്തോണം. ഓക്കെ. ഈ പിള്ളേര് നോക്കിക്കോളൂ. ധൈര്യമായിട്ട് സംസാരിക്കുക, ധൈര്യമായി പ്രിപ്പയർ ചെയ്ത് വേണമെങ്കിൽ ആദ്യം മഞ്ജു ടീച്ചർ വേണമെങ്കിൽ ആദ്യം നോക്കി വായിച്ചോളൂ, നോക്കി സംസാരിച്ചിട്ടോളൂ. അപ്പം അങ്ങനെ സംസാരിച്ചൊക്കെ ഇട്ടാലും അത് ശീലമായി പോകരുത്. നോട്ട് നോക്കി വായിക്കരുതെന്നാണ് ഞാൻ പറയാറ്. നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ 2-3 തവണ വായിച്ച ശേഷം നമ്മൾ നോക്കാതെ തന്നെ റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയാറ്. വേണമെങ്കിൽ ആദ്യത്തെ 1-2 വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്ന് വായിച്ച് തന്നെ ഒന്ന് റെക്കോർഡ് ചെയ്തിടുമ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ ആകും. എന്നെ കൊണ്ട് പറ്റും. ഇതിപ്പോ സ്വയം ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതാണ് പ്രശ്നം. എന്നെ കൊണ്ട് പറ്റില്ല, എന്റെ കയ്യിൽ പോയിന്റ്സ് ഇല്ല, ഞാൻ പറഞ്ഞ ആളുകൾ ചിരിക്കുവോ അല്ലെങ്കിൽ ആളുകൾ വല്ലതും പറയോ, അങ്ങനൊന്നും ചിന്തിക്കരുത് കേട്ടോ. നമുക്ക് നമ്മുടെ ഭാഷയും നമ്മുടെ ശൈലിയും നമ്മുടെ രീതികളും ഒക്കെ ഉണ്ട്. അതൊന്നും ഒരു വിഷയമേ അല്ല. ആദ്യം നമ്മളെ അംഗീകരിക്കാൻ പഠിക്കണം. എനിക്കറിയാം, ഞാൻ പറയുന്നത് പിന്നെ ആളുകൾ നമ്മളെ നിസ്സാരരായി കാണാൻ ഒരിക്കലും അനുവദിക്കരുത് കേട്ടോ.
ഒരു കഥയില്ലാത്ത ടീച്ചറെ ആളാണ്. ടീച്ചറെ കളിയാക്കിയതല്ല, ആ നിസ്സഹായത കണ്ടിട്ട് ഞങ്ങൾക്കും ഇതേപോലെ ഞങ്ങളും തന്നെയാണല്ലോ കരുതി ചിരിച്ചതാണ്. അല്ല, നിങ്ങളെയല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒന്നും പറയുന്നില്ല. നമ്മളിവിടെ അങ്ങനെയല്ലല്ലോ, നമ്മള് സൗഹൃദം. ഞാനും മഞ്ജു ടീച്ചറെ പോലെ തന്നെ ഉള്ളിലുള്ള ഒന്നും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണില്ല, വാക്കുകളായിട്ട് വരുന്നില്ല. സാജിദ ടീച്ചർ ഒരുവിധം പറയുന്നുണ്ട്. ഞാൻ വരുമ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം ടീച്ചർ, പക്ഷെ അവസാനം ഒന്ന് ശരിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയാവും ടീച്ചർ വിചാരിക്കുന്നതല്ല, ശരിയാവും. ഇത് അത് ശരിയാവും, എല്ലാരും ഇങ്ങനെ തന്നെ ടീച്ചറെ, ശരിയാവും. പറഞ്ഞ അങ്ങനെ ശരിയാവലാണ്. ഒരുപാട് മണ്ടത്തരം പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം ഡിലീറ്റ് ചെയ്ത് ഓടിയ ആളുകളൊക്കെ ഇതിനകത്തുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. അവരിപ്പോ സ്വയം ഓർത്ത് ചിരിക്കുമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് എനിക്കറിയാം ഇവരെല്ലാത്തിനേക്കാളും ഞാൻ മോശമായിരിക്കും, പക്ഷെ എന്നാലും ഇതാണ് പ്രശ്നം. എന്റെ അടുത്തുണ്ടെങ്കിൽ നല്ല അടിയാൻ തരും. ഇതാണ് പ്രശ്നം, ഇവരെക്കാൾ മോശമാണ് ഞാൻ എന്ന് പറഞ്ഞാ പിന്നെ ആരാ ടീച്ചർ അംഗീകരിക്കുന്നേ? ഇല്ല, അങ്ങനെയല്ല ടീച്ചർ. ചില കാര്യങ്ങൾ ചിലപ്പോ നമുക്ക് ശരിയാകുമായിരിക്കും. എന്താ പറയാ, കുട്ടികളടുത്ത് ചിലപ്പോ നമുക്ക് സംസാരിച്ച് ശരിയാകുമായിരിക്കാം, പക്ഷെ ചില കാര്യങ്ങളിൽ എനിക്ക് നെഗറ്റീവ് ഉണ്ടായിരിക്കാം. പക്ഷെ ഞാനത് ശരിയാക്കും എന്ന് വിചാരിക്കുന്നു. വിചാരിക്കണം, അതങ്ങോട്ട് വരുന്നില്ല. അഞ്ജലി ടീച്ചർ സംസാരിച്ചല്ലോ. അതെ അതെ അതെ, ഇപ്പൊ ഉഷാറായി ആ ഒരു പവറിലേക്ക് വന്നു. അതുപോലെയാണ് വരേണ്ടത്. അത് ടീച്ചർ, ഞാൻ ഭയങ്കര സംസാരമാണ്, പക്ഷെ എനിക്ക് ഇങ്ങനെ ചോദിക്കുമ്പോഴ് കുറച്ച് പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞുള്ള ഒരു ശീലം ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ചോദിക്കുമ്പോ എനിക്ക് ആ ഒരു സെന്റൻസ് കിട്ടില്ല. അല്ലാതെ ഞാൻ ഭയങ്കര സംസാരമാണ്. കിട്ടുന്ന സെന്റൻസിനെ ഇച്ചിരി സമയം എടുത്തിട്ടാണേലും കിട്ടുന്ന സെന്റൻസിനെ പിന്നെ എങ്ങനെയും അങ്ങ് പറഞ്ഞു തീർത്ത് പോവാം, എന്തേലും അങ്ങ് പറയാമെന്ന് ചിന്തിക്കാതെ ഞാൻ പറയുന്ന 2 പോയിന്റേ പറയുന്നുള്ളൂ. പക്ഷെ ആ പറയുന്നത് ഞാൻ നന്നായി പറയും. അത്ര മാത്രം ചിന്തിച്ചാൽ മതി ആദ്യം. പിന്നീട് നമുക്ക് പോയിന്റ്സ് ഒക്കെ കൂട്ടാം കേട്ടോ. ഇതിപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളല്ലല്ലോ, നിങ്ങൾക്ക് മുൻകൂട്ടി തന്ന് ചോദിക്കുന്നതല്ലല്ലോ. പെട്ടെന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യും എന്നുള്ള ട്രെയിനിങ് ആണ് ഇത്തരം ചോദ്യങ്ങൾ. പിന്നീട് നിങ്ങൾ ഈ റെക്കോർഡൊക്കെ കേട്ടിട്ട് അതിനെക്കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു നോക്കുക, ഞാൻ പറഞ്ഞ പോയിന്റ്സും കൂടി ഉൾപ്പെടുത്തുക, കൂട്ടുകാർ പറഞ്ഞ പോയിന്റ്സ് കൂടി ഉൾപ്പെടുത്തി നമ്മൾ സ്വയം പരിശീലിക്കുക. അതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഞ്ജലി ടീച്ചറെ വീഡിയോ ഓൺ ചെയ്തോ. പോവല്ലേ കേട്ടോ, അവിടെ തന്നെ ഇരിക്കണം. സ്കൂളില് കലാകായിക പാർക്ക് വളരെ അത്യാവശ്യമാണ്. കുട്ടിയുടെ സർവ്വതോന്മുഖമായ വികാസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെ. അപ്പോ വെറും പഠന പ്രവർത്തനങ്ങൾ, അതിലൂടെ അറിവ് നേടുക, അതിലുപരിയായിട്ട് പല കുട്ടികൾക്കും പല കഴിവുകളായിരിക്കും. അപ്പോ കുട്ടിയുടെ ബഹുമുഖ ബുദ്ധികൾ വികസിക്കണമെങ്കിൽ നമുക്ക് കലാകായിക പ്രവർത്തനങ്ങൾ കൂടി സ്കൂളിൽ അത്യാവശ്യമാണ്. അപ്പോ ടീച്ചർ നേരത്തെ ചോദിച്ച ചോദ്യത്തിനായിട്ട് ഉത്തരം പറയണം, അതായത് HMനോട് സംസാരിക്കണം. ഓക്കെ. അപ്പോ നമ്മുടെ സ്കൂളിലെ കുട്ടികള് സമഗ്രമായ രീതിയിൽ അവരുടെ വികാസം സാധ്യമാവണമെങ്കിൽ അവർക്ക് അവരുടെ കലയായാലും കായികപരമായ ശേഷികളായാലും ഒക്കെ വികസിക്കാനുള്ള അവസരം നമ്മുടെ സ്കൂളിന് ആകേണ്ടതുണ്ട്. അത് അവർക്ക് നൽകേണ്ടത് അധ്യാപകർ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ സ്കൂള് ഇപ്പൊ ഉള്ള ഒരു സംവിധാനത്തെ നശിപ്പിച്ച് പുതിയൊരു കെട്ടിടം അവിടെ കൊണ്ടുവരുന്നതിനോട് എനിക്ക് തീർത്തും വിയോജിപ്പാണ്. നമുക്ക് ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിലുള്ള ഒരു ബിൽഡിംഗിന് മുകളിൽ കുറച്ച് ക്ലാസ് റൂമുകൾ വേണമെങ്കിൽ നമുക്ക് അധികമായിട്ട് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് സ്ഥലം നഷ്ടമാവുന്നില്ല. നമുക്ക് ആവശ്യമായപ്പോ അഡീഷണൽ ഡിവിഷൻ ഒക്കെ കിട്ടാനാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നിലവിലുള്ള ഈ കളിസ്ഥലവും അതുപോലെ നമ്മുടെ കലാകായിക പാർക്കൊന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. കുട്ടികളുടെ ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരുന്ന് ക്ലാസ് റൂമിൽ മാത്രമായിട്ടുള്ള അവരുടെ പഠനം അവരുടെ പല കഴിവുകളെയും ഒതുക്കി കൊണ്ടുപോകും. അപ്പൊ അതിന് നമ്മൾ അധ്യാപകർ എന്ന നിലയിൽ നമുക്ക് ഒരു പ്രതിബദ്ധതയുണ്ട് നമ്മുടെ കുട്ടികളോട്. അപ്പൊ നമ്മൾ അത് ഒരിക്കലും സമ്മതിക്കരുത് സാർ. ഈ ടീച്ചറെ, ഈ ഫുൾ ടൈം ഈ പിള്ളേര് ഗ്രൗണ്ടില്ല, ഇവരവിടെ കിടന്ന് കുത്തിമറിഞ്ഞ് ഉണ്ടാക്കാത്ത പ്രശ്നമില്ല. ഇന്ന് 2 ദിവസം മുമ്പ് ഒരാളുടെ തല പൊട്ടി. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ആ പാർക്ക് ഉള്ളതാണ് ഇതിന്റെ എല്ലാം മെയിൻ പ്രശ്നം. പിന്നെ ഇവർക്ക് യാതൊരുവിധ അച്ചടക്കവും ഇല്ല. ഈ പിള്ളേര് ഫുൾ ടൈം കുത്തിമറിയലാണ്. അപ്പൊ ഇങ്ങനെയുള്ള പിള്ളേര് നാളെ സമൂഹത്തിൽ ഇറങ്ങി വന്നിട്ട് പിന്നെ അടിക്കാനും ഇടിക്കാനും അല്ലേ ഇതൊക്കെ പോകുന്നത്. അതിനാണ് ഈ കായിക ശേഷിയൊക്കെ വികസിപ്പിക്കുന്നത്. ആ സമയത്ത് അവർ നമ്മുടെ ആ പുതിയ ബിൽഡിംഗ് വന്നാൽ അവർക്ക് അവിടെ നിന്ന് വായിക്കാം. ലൈബ്രറിയും പിന്നെ അതുപോലെ ലാബും ഒക്കെയാണ് ഞാൻ കുറച്ചുകൂടി വിപുലമാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പൊ അവര് കുറച്ചുനേരം കൂടെ അവർ എവിടെങ്ങാണ് ഇരുന്ന് കുത്തിയിരുന്ന് ഇച്ചിരി 4 അക്ഷരം പഠിക്കട്ടെ ടീച്ചറെ. എന്താണ് ടീച്ചറെ, നമ്മുടെ സ്കൂളില് നമുക്കൊരു കായിക അധ്യാപകനുണ്ട്. അപ്പൊ അവരെ PT പീരീഡ് കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിക്കുക. ഇനിയിപ്പോ കായികാധ്യാപകൻ ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ക്ലാസ് ടീച്ചർക്കും ഒഴിവുള്ള പീരീഡുകൾ ആ സമയത്ത് ഉണ്ടെങ്കിൽ അവർക്ക് അധ്യാപകർക്ക് കുട്ടികളെ നിരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. കൃത്യമായ നിർദ്ദേശങ്ങൾ അവര് കൊടുക്കുക, അവരെ കൂടെ ഒപ്പം ഉണ്ടായിരിക്കുക. അപ്പൊ പിന്നെ ഈ അപകടങ്ങൾ നമുക്ക് കഴിയുന്നത് ഒഴിവാക്കാം. പിന്നെ അപകടങ്ങൾ സംഭവിക്കുക സ്വാഭാവികമാണ്. കുട്ടി കളിക്കുമ്പോൾ ചിലപ്പോൾ വീണിട്ടാണല്ലോ നടക്കാൻ പഠിക്കുന്നത്. അപ്പൊ കളിക്കുന്നതിന്റെ സ്വാഭാവികമായിട്ട് വീഴലുണ്ടാവും. അപ്പൊ അതിന്റെ ആഘാതം മാക്സിമം കുറയ്ക്കാൻ നമ്മൾ അധ്യാപകരുടെ ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കുക. അപ്പോൾ കായികക്ഷമത വളരെ അത്യാവശ്യമാണ്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. അപ്പോഴേ ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവുള്ളൂ. നമ്മുടെ കുട്ടികളുടെ ഭൗതികമായ വികാസങ്ങള്, ബുദ്ധിപരമായ വികാസം നടക്കണമെങ്കിൽ അവർക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടായിരിക്കണം. അപ്പൊ അത് ലൈബ്രറിയും മറ്റു സൗകര്യങ്ങളൊക്കെ നമുക്കിപ്പോ ഉണ്ടല്ലോ. അതിനെ വിപുലീകരിക്കാവുന്ന രീതിയിൽ നമുക്ക് മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യാം. പക്ഷെ കളിസ്ഥലം ഒഴിവാക്കിയിട്ടുള്ള വികസനം കുട്ടികൾക്ക് ദോഷമായിട്ടേ ഭവിക്കുകയുള്ളൂ. ഞാൻ ചോദിച്ചില്ലേ ടീച്ചറെ, ഇവരെ ഇങ്ങനെ ഫിസിക്കലി ആക്റ്റീവ് ആക്കി നിർത്തിയാല് പിന്നീട് അവരത് പിന്നെ കായികപരമായിട്ട് എല്ലാത്തിനെയും നേരിടുന്ന തരത്തിലേക്ക് അവര് പോവില്ലേ? അവരൊരു അച്ചടക്കം ഉണ്ടാവോ? അച്ചടക്കം ഉണ്ടാവും. കാരണം കളി എന്ന് പറയുന്നത് പരസ്പരം കളിക്കുന്നവർക്കിടയിൽ തമ്മിലൊരു സഹകരണ മനോഭാവം ഉണ്ടായിരിക്കും. അവര് പരസ്പരം ബഹുമാനിക്കണം. അതായത് ഇപ്പൊ ഓരോ കളികൾക്കും ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുമ്പോൾ അവരവിടെ ആ അച്ചടക്കത്തിന് വിധേയരായിട്ടാണ് പെരുമാറുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും നല്ല കളി, ഇപ്പൊ നമ്മൾ സ്പോർട്സ് അത്ലറ്റ്സുകളെ നോക്കിയാൽ മതി. ജീവിതത്തിൽ ഏറ്റവും കൃത്യമായ അച്ചടക്കത്തിൽ ജീവിക്കുന്ന, ഡിസിപ്ലിൻ ലൈഫ് കൊണ്ടുപോകുന്ന ആളുകള് ഏറ്റവും പ്രഗത്ഭരായ അത്ലറ്റുകളും അതുപോലെ ഈ കളിക്കാരൊക്കെയാണ്. നമ്മൾ ഒരു ഫുട്ബോൾ പ്ലെയറുടെ ജീവിതം നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു ഒളിമ്പിക് ചാമ്പ്യന്റെ ജീവിതം നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ആളുകൾക്കും അവകാശപ്പെടാനുള്ള അത്രയും അച്ചടക്കത്തിലുള്ള ജീവിതം നയിക്കുന്നത് അവരാണ്. അപ്പോ കളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കായികക്ഷമത ഉണ്ടാവുന്നത് കുട്ടികളുടെ അച്ചടക്കത്തിന് ഒരിക്കലും മോശമായിട്ട് ബാധിക്കുന്നില്ല. അവർക്ക് ഉണ്ടാവുന്ന എക്സ്ട്രാ എനർജി, കുട്ടികൾ എപ്പോഴും പ്രവർത്തന നിരതരായിട്ട് ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടികളാണ്. അപ്പോ അവരെ നമ്മളൊരു റൂമിൽ അടച്ചു പൂട്ടി കുറച്ച് പുസ്തകം വായിക്കാൻ കൊടുക്കാൻ മാത്രമായിട്ടുണ്ടെങ്കിൽ അവരെ അടക്കി വെച്ചിരിക്കുന്ന ആ ഊർജം ഏതെങ്കിലും രീതിയിൽ പൊട്ടിത്തെറിച്ച് പോവുകയാണ് ചെയ്യുക. അപ്പൊ അത് ചെയ്യാതിരിക്കണമെങ്കിൽ അവരുടെ ഊർജം കൂടുതലായിട്ട് പ്രയോഗിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. ആ അവസരമാണ് നമ്മുടെ കളിസ്ഥലം. അത് അവരെ അടച്ചു പൂട്ടി വെക്കുമ്പോഴാണ് അത് അനർത്ഥങ്ങൾക്ക് വഴിയാകുക. അപ്പോ ഈ രീതിയിൽ കളിക്കുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ അധ്യാപകരുടെ ഒരു മേൽനോട്ടം ഉണ്ടായാൽ മാത്രം മതി. അത് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികള് കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോ സാർ എന്ത് വന്നാലും ശരി, ഈ നമ്മുടെ ബിൽഡിംഗ് ഉണ്ടാക്കി നമ്മുടെ കായിക ഗ്രൗണ്ട് ഒഴിവാക്കാനുള്ള പ്രവർത്തനത്തെ ഞാൻ ശക്തിയുക്തം എതിർക്കുന്നു. ഞാൻ അതിനെ ഒരിക്കലും സമ്മതിക്കില്ല. മറ്റ് അധ്യാപകരുടെ സഹായം കൂടി ഞാൻ ഇതിന് തേടുന്നതായിരിക്കും. ടീച്ചർ അങ്ങനെയാണ് ടീച്ചർ എന്നെ വെല്ലുവിളിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ പാർക്ക് ഞാൻ പൂട്ടും. ഞാൻ അത് മൊത്തം ഇടിച്ച് നിരത്തി ടീച്ചറിന് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ടീച്ചർ ചെയ്തോ. ഇല്ല ടീച്ചറെ, ഞാനിത് SNCയുടെയും SRGയുടെയും PTAയുടെയും MPTAയുടെ ഒക്കെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരും. കാരണം സ്കൂളിലെ കുട്ടികളുടെ കാര്യമാണ്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എന്റെ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും. അതിലിനിയിപ്പോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സാറ് എന്റെ കൂടെ കുറച്ച് കഴിഞ്ഞാൽ സാർ അത് മനസ്സിലാക്കി എന്റെ കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അത് കൊള്ളാം, ലാസ്റ്റ് പറഞ്ഞ സെന്റൻസ് കൊള്ളാം. അല്ലെങ്കിൽ ഇവിടെ പൂര അടിയായനെ. സാർ എന്നെ മനസ്സിലാക്കുമെന്നാണ് നമ്മളൊരു മയത്തിൽ സംസാരിച്ച് കാര്യത്തിലേക്ക് എത്തുക. ആര്യ ടീച്ചറേ, ചിരിക്കും എനിക്കറിയായിരുന്നു. ആര്യ ടീച്ചറെ, ഈ അഞ്ജലി ടീച്ചർ നമ്മുടെ സ്കൂളിന്റെ അക്കാദമിക ഗുണനിലവാരം ഉയർത്താൻ സമ്മതിക്കത്തില്ല. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ച് ഈ ടീച്ചറിനൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ആര്യ ടീച്ചറെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യോ? ഇല്ല, ഞാൻ അഞ്ജലി ടീച്ചറിന്റെ ഭാഗത്ത് തന്നെയാണ് ടീച്ചറെ. കാരണം നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും അക്കാദമികമായ മികവ് മാത്രമല്ല വേണ്ടത്, അവര് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി മാറണമെങ്കിൽ അവർക്ക് കലകളിലും കായികക്ഷമതയിലും ഒക്കെ സമഗ്ര വികസനമാണ് വേണ്ടത്. അതുകൊണ്ട് കലാകായിക പാർക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ അഞ്ജലി ടീച്ചറിനെ തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ ടീച്ചറെ. ചിരിക്കും, അങ്ങനെ ചിരിച്ചോണ്ട് പറയുക കേട്ടാ. ഓക്കെ, അപ്പൊ അഞ്ജലി ടീച്ചർ എനിക്കെതിരെ ഒരു വൻ പടയെ തന്നെ ഒരുക്കി സന്നാഹം ഒരുക്കി ഇരിക്കുക.
അപ്പൊ ഇല്ല സമഗ്രത സാർ, പറയുമ്പോ സാറിന് എതിരെയല്ല. സാറ് ഞങ്ങള് കൂടെ കൂടണം. അപ്പൊ സാർ അത് മനസ്സിലാക്കും. സാർ ഇതിപ്പോ ഏതോ ഒരു പെട്ടെന്നുണ്ടായ ഒരു ബോധോദയത്തിൽ സാറ് തീരുമാനിച്ചതാണ്. സാറ് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ സാർ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മുടെ ഈ കായിക ഗ്രൗണ്ട്, നമ്മുടെ ഈ കലാകായിക പാർക്ക് നമുക്കൊന്ന് വികസിപ്പിക്കാനുള്ള ഇപ്പൊ ഉള്ള ഫണ്ട് നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം സാർ. അത് ഗുണകരമായ മാറ്റം എന്തായാലും കൊണ്ടുവരും. ആ കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പു തരുന്നു സാർ. ഇനി ആ പാർക്കിനകത്ത് എന്ത് നടന്നാലും നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും അങ്ങനെയാണെങ്കിൽ. സാജിദ ടീച്ചറിന് എന്താ പറയാനുള്ളത് നോക്കാം. അല്ല, ഇത്തിരി ഡിബേറ്റ് ആയി മാറിയെന്നാ തോന്നുന്നത്. നല്ല നല്ല രസമുണ്ടായിരുന്നു അഞ്ജലി ടീച്ചർ, എല്ലാ പോയിന്റ്സും വന്നു. ലാസ്റ്റ് അച്ചടക്കത്തിന്റെ കാര്യം കൂടി അവിടെ വന്നു. അതെ അതെ, അച്ചടക്കത്തിലേക്ക് നമ്മൾ ഒന്നുകൂടെ 2 ചോദ്യം ചോദിച്ചങ്ങ് എത്തിച്ചു അല്ലേ. നല്ല രസത്തിലായിട്ടുണ്ട്. എന്റെ ഒരു അഭിപ്രായം പറയുന്നത് സൂപ്പർ ആയിട്ടുണ്ട്. അതാണ്, അങ്ങനെയാണ് മറുപടി പറയേണ്ടത്. അങ്ങനെ പറയണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ചോദ്യം മനസ്സിലാക്കണം, സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ പറ്റണം. അതാണ് വേണ്ടത്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അഞ്ജലി ടീച്ചർ ഫുൾ അടിച്ചു പോരും, ഗോൾ അടിച്ചു പോരും. അങ്ങനെ ആവട്ടെ, ദൈവം സഹായിക്കട്ടെ. അഞ്ജലി ടീച്ചർ മാത്രമല്ല, എല്ലാവർക്കും പറ്റും കേട്ടോ. പിന്നെ അഞ്ജലി ടീച്ചർ ഇനി ഞാൻ ഇത്രയൊക്കെ പറയണോ, പകുതി പറഞ്ഞാൽ മതിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഇന്റർവ്യൂ ബോർഡിന്റെ ഡിബേറ്റ് ആയി വരരുത് കേട്ടോ ടീച്ചറിനെ. നമ്മളത് മയത്തില്ല. അവര് നമ്മളെ എത്ര പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മള് ഏതൊരു കാര്യം നമുക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഒരിക്കലും അവരുടെ ഈഗോയെ ഹർട്ട് ചെയ്യാതിരിക്കുക. അതാണ് നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് ഒരാളോട് എതിർത്തൊരു കാര്യം സംസാരിക്കണമെങ്കിലും ആദ്യം അവർ പറയുന്നത് പൂർണ്ണമായി നമ്മൾ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കൂ എന്ന ലെവലിലേക്ക് ആണ്. നമ്മളൊന്ന് മയത്തിൽ നിന്ന് അവരുടെ ഈഗോയെ ഹർട്ട് ചെയ്യുമ്പോഴാണ് അത് വാഗ്വാദത്തിലേക്ക് പോവുക. പിന്നെ നമ്മൾ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ CC ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, അത് എവിടുന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത് എന്ന് ഒരു ചോദ്യം വന്നിരുന്നു. അത് കഴിഞ്ഞ LP-UPക്ക്. അപ്പൊ ആ ടീച്ചർ പറഞ്ഞു കുട്ടി സ്കൂളിൽ ചേർന്ന മുതലെന്ന്. അപ്പൊ അല്ലാന്ന് പറഞ്ഞത്, അല്ല വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. അതന്നെയല്ലേ ശരി? അതിന്റെ ജനനം മുതൽ ആരംഭിക്കുന്നതാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അത് ടീച്ചറിനെ എങ്ങനെ കാണാൻ പറ്റാ ഇവാലുവേഷൻ എങ്ങനെ? നമ്മള് ചോദ്യം അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഒരു കുട്ടിയുടെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നടക്കുന്നത് എന്ന് മുതലാണ് എന്ന് ചോദിക്കുക. ഒരു കുട്ടിയുടെ എന്നാണ് ചോദിച്ചത്. സ്കൂളിലെത്തി നിങ്ങൾ എന്തിന് സ്കൂളിന്റെ ഫ്രെയിമിൽ കാണുന്നു? ഒരു കുട്ടിയെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ നടക്കുന്നത്, അത് ആ ചോദ്യം ചോദിച്ച ടീച്ചർ, ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമ്മളിത് പറഞ്ഞിരുന്നു, ഇങ്ങനെ നമ്മൾ കുട്ടിക്കാലം മുതലേ നടക്കുന്നതാണെന്ന്. അത് രണ്ടാമത് ഊന്നി ചോദിച്ചിട്ടും ടീച്ചറിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന്, എന്നാൽ അപ്പൊ നമ്മൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കണം, ഇനി അടുത്ത വശം ഉണ്ടോ എന്ന് നമ്മൾ ഒന്നുകൂടി ചിന്തിച്ച് വേണം ഉത്തരം പറയാനായിട്ട്. അപ്പൊ ആ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, അങ്ങനെയാണ്, ഒന്നുകൂടി ചിന്തിക്കൂ എന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് സാർ എന്ന് ഉറപ്പിച്ച് പറയുന്നതിന് മുമ്പ് ഒന്നുകൂടി ചിന്തിക്കണം മറ്റു സാധ്യതയുണ്ടോ എന്ന്. അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിരന്തര വിലയിരുത്തലാണ്. നിരന്തരം വിലയിരുത്തപ്പെടുന്നു. നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെയാ നോക്കിയിട്ടുള്ളത്? അവര് കൃത്യമായ സമയത്ത് കമന്നു വീഴുന്നുണ്ടോ? കൃത്യമായ സമയത്ത് അവര് നടക്കുന്നുണ്ടോ അല്ലെ? അവര് ഇഴഞ്ഞു തുടങ്ങിയത്, അവര് നടന്നത്, അവരുടെ പല്ല് വന്നത്, ഇതെല്ലാം നമ്മൾ കൃത്യസമയത്താണോ എന്ന് നോക്കാത്ത അമ്മമാരുണ്ടോ? അത് കഴിഞ്ഞിട്ട് അവര് സംസാരിച്ചു തുടങ്ങുന്നത് നമ്മൾ കാത്തിരുന്നിട്ടുണ്ട്, അത് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്, ഏതൊക്കെ സമയത്താണ് അവരുടെ ഡെവലപ്മെന്റ് കൃത്യമായിരുന്നോ? അങ്ങനെ നമ്മൾ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അവര് സ്കൂളിൽ എത്തുന്നതിന് മുമ്പേ, ഇല്ലേ? എപ്പോഴും മനസ്സിലായി ടീച്ചറെ. എന്താ ടീച്ചർ എന്ന നിലയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു അധ്യാപിക എപ്പോഴാണ് കുട്ടിയെ വിലയിരുത്തി തുടങ്ങുന്നതെന്ന് ആണ് ചോദ്യമെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അധ്യാപിക വിലയിരുത്തി തുടങ്ങുന്നത് അധ്യാപികയുടെ മുമ്പിൽ വരുമ്പോഴേ പറ്റും. ഒരു പരിചയമില്ലാത്ത കൊച്ചിനെ നമുക്ക് ഒന്നും ചെയ്യാനാകില്ല. അത് സാധ്യത ടീച്ചർ അങ്ങനെ ചിന്തിച്ചാൽ, അതായത് അങ്ങനെയാണ് ചോദ്യമെങ്കിൽ ടീച്ചർ പറഞ്ഞ ഉത്തരം ശരിയാണ്. പക്ഷെ അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ എന്ന് മുതലാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് മുതൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നു, അത്തരത്തിൽ അങ്ങനത്തെ എന്തോ ആണ് ചോദ്യം വന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് പാർക്കിന്റെ കാര്യം അല്ലെ? അഞ്ജലി ടീച്ചർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അപ്പൊ അവിടെ ഒരു സ്കൂളിൽ തീർച്ചയായും പാർക്ക് വേണം. സത്യത്തിൽ സ്കൂളിൽ ബാക്കി എന്തൊക്കെ ഒഴിവാക്കിയാലും, ഒഴിവാക്കേണ്ടി വന്നാലും കുട്ടികളുടെ കളിസ്ഥലം ഒഴിവാക്കാൻ പാടില്ല.
അത് അതായത് കുട്ടിയുടെ പ്രകൃതം തന്നെ കളിച്ച് വളരുക എന്നുള്ളതാണ്. നിങ്ങളെല്ലാം ഇപ്പോ ദക്ഷിണ ചാനൽ കാണുന്ന ഒരുപാട് പേരുണ്ട്. പലർക്കും ഞാൻ പറഞ്ഞു അല്ലാതെയും മാഷയും ടീച്ചറെയും ഒക്കെ അറിയാം അല്ലെ, സാരംഗിനെ കുറിച്ചും ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. സാരംഗ് എന്ന് പറയുന്ന അപ്പൊ അതിനകത്ത് മാഷും ടീച്ചറും ഒക്കെ ഇങ്ങനെ എപ്പോഴും പറയാറുള്ള ആശയമുണ്ട്, കുട്ടികൾ കളിച്ച് വളരേണ്ടവരല്ലേ, അവരെ നമ്മളിവിടെ തളച്ചിടേണ്ടതാണോ എന്ന ചിന്ത അവർ എപ്പോഴും പ്രകടിപ്പിക്കുന്ന ഒന്നാണ്. അവർ കളിച്ച് വളരട്ടെ, പ്രകൃതിയോട് ഇണങ്ങി വളരട്ടെ, അതിനിടയിൽ അവരെ പഠിപ്പിക്കുന്നു. അതിന്റെ ഇടയിൽ അവർക്ക് ആ പ്രായത്തിൽ വേണ്ട അറിവുകൾ അവരെ കൃത്യമായി എത്തിക്കുന്ന ഒരു സംവിധാനമാണ് സാരംഗ് വിഭാവനം ചെയ്യുന്നത്. പക്ഷെ അതാണ് നമ്മുടെ സർക്കാർ സ്കൂളിൽ ഞാനും ആഗ്രഹിച്ചത്. നമ്മുടെ കുട്ടികൾ അങ്ങനെ പോകണം. അത് നടപ്പിലാകില്ല എന്ന് കാണുമ്പോഴാണ് നമ്മൾ അധ്യാപകരായിട്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ കൊടുക്കണം എന്ന ചിന്തയിലേക്ക് പോകുന്നത്. അവർ വിഭാവനം ചെയ്ത ആ ഒരു രീതി എന്ന് പറയുന്നത് കുട്ടികളുടെ കളികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. പ്രകൃതിയുമായി ഇണങ്ങിക്കൊണ്ട് കളി രീതിയിലൂടെയുള്ള പഠനം. നമ്മുടെ ആരൊക്കെയാണ് കളി രീതിയിലൂടെയുള്ള പഠനത്തെ പ്രോത്സാഹിപ്പിച്ച 1-2 പേരുടെ പേര് പറഞ്ഞേ. ഫ്രോബൽ മാത്രമാണോ? മറിയ മോണ്ടിസോറി ഉണ്ട്, ഫ്രോബൽ ഉണ്ട് അല്ലെ. അപ്പൊ ഇവരെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇപ്പം മോണ്ടിസോറി വിദ്യാലയങ്ങളിൽ കൂടുതലും കളി ഉപകരണങ്ങളിലൂടെയാണ് കുട്ടികൾക്ക് സമ്മാനങ്ങളിലൂടെ ഉപകരണങ്ങളിലൂടെ ഒക്കെയാണ് അവര് എല്ലാം പഠിക്കുന്നത്. അവിടെ പഠനമാണ് നടക്കുന്നതെന്ന തിരിച്ചറിവില്ലാതെ കുട്ടി പലതും നേടിയെടുക്കുന്നുണ്ട്. ഫ്രോബൽ പറഞ്ഞതും അതാണ്. അപ്പൊ കുട്ടിയുടെ പ്രകൃതമാണ് കളിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ കായികപരമായ ആരോഗ്യം, അഞ്ജലി ടീച്ചർ പറഞ്ഞതുപോലെ ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിലേ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ, എങ്കിലേ ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാനാവുകയുള്ളൂ. അപ്പൊ ആരോഗ്യശീലം, തന്റെ ശരീരത്തിനോടുള്ള സ്നേഹവും തന്റെ ശരീരത്തിനോടുള്ള കരുതലും ഒക്കെ ഉള്ള ഒരു കുട്ടി മറ്റൊരു മാർഗത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കായിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പൊ കായിക വിദ്യാഭ്യാസത്തിലൂടെ, അതുപോലെ കളി രീതിയിലൂടെ, പാർക്കുകളിലൂടെ ഒക്കെ കുട്ടി നിയമങ്ങൾ പാലിക്കാൻ പഠിച്ചു തുടങ്ങും. പാർക്കില് ഒരു സീസോ ഉണ്ടാവും അല്ലെ, ഒരു സീസോ ഉണ്ടാവും. അതിനകത്ത് 2 പേരിരുന്ന് ഇങ്ങനെ കളിക്കും. അവരിറങ്ങുന്നത് വരെ അടുത്ത കുട്ടി വെയിറ്റ് ചെയ്യില്ലേ? ചെയ്യും. പിന്നെ ചെയ്യുന്നത് അവന് അപ്പൊ എന്ത് ചെയ്യും? ഞാനിവിടെ ഒന്ന് കേറിക്കോട്ടെ എന്ന് ചോദിക്കുക. എങ്ങനെയാ? മാറാ, ഞാൻ കയറട്ടെ, ഇങ്ങനെയാണോ പറയുന്നേ? നീ നിന്റെ പണി നോക്കടാന്ന് പറയായിരിക്കുന്ന ഇവര് ആണോ? അതെ, ദേഷ്യത്തിലാണ് പറയുന്നെങ്കിൽ നീ നിന്റെ പണി നോക്കിപ്പോന്ന് പറയും. അവിടെയും മനസ്സിലാവുന്നു എങ്ങനെ സംസാരിക്കണം, പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാൻ അവര് പഠിക്കുന്നുണ്ട്. അപേക്ഷയുടെ ശബ്ദം പഠിക്കുന്നുണ്ട്. മറ്റുള്ളവരെ പരിഗണിക്കണേടാ, നമ്മൾ ഇത്രയും നേരം ഊഞ്ഞാലാടിയില്ലേ, ഇനി മാറിക്കൊടുക്കുക, അവരാടട്ടെ എന്ന് സ്വയം തോന്നുന്ന കാര്യം. നമ്മളെപ്പോലെയാണ് അവരും. ഇതെല്ലാം, ഈ മൂല്യങ്ങളെല്ലാം വെറും പാർക്കിൽ നിന്ന് നമ്മൾ കളിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു കോർണറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ വരിയായിട്ട് പോയിട്ടാണ് സ്ലൈഡിൽ കയറുന്നത് അല്ലെ. കുട്ടികള് വരിയായിട്ട് പോവാതെ തള്ളി കയറുമ്പോൾ അധ്യാപകർ അത് പറഞ്ഞു കൊടുക്കണം. ഞാനും ഇതുപോലെ കുട്ടികളെ പാർക്കിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കൃത്യമായി പറയും. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കയറുമ്പോൾ, ആ ഏണി കയറുമ്പോൾ വന്ന് തിക്കി തിരക്കരുത്. സ്ലൈഡിൽ വന്ന് ഇറങ്ങി ആള് ഏറ്റവും ബാക്കിലാണ് പോയി നിൽക്കേണ്ടത്. കുട്ടികൾ എന്ത് ചെയ്യും? ഇടിച്ചു കയറാൻ ആദ്യം നോക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് വരി പാലിക്കാൻ, ക്യൂ പാലിക്കാൻ പഠിക്കും. നമ്മൾ മലയാളികൾക്ക് ഇല്ലാത്തൊരു ശീലമാണ് അത്. ക്യൂവിന്റെ വരിയുടെ ഇടയ്ക്ക് ഇടിച്ചു കയറുന്ന സ്വഭാവമാണ് നമുക്കുള്ളത്. നമ്മുടെ കാര്യം ആദ്യം എന്നൊക്കെയുള്ള ഒരു സ്വഭാവം പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ വിദേശത്തൊക്കെ ആണെങ്കിൽ, രാജ്യങ്ങളിലാണെങ്കിൽ ഒരാൾ കയറി ഇറങ്ങുന്നത് വരെ ക്ഷമയോടെ അവർ കാത്തു നിൽക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമുക്കും വേണ്ടത്. നമ്മൾ മൊത്തത്തിൽ അടച്ചു പറഞ്ഞല്ല, മാറാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളും കണ്ട്, അല്ലെങ്കിൽ പാർക്കിലൂടെ ഈ ഒരു ആശയമൊക്കെ അവരിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അച്ചടക്കം കിട്ടുന്നുണ്ട്, നല്ല കായിക ക്ഷമത കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്, ക്ഷമ എന്ന മനോഭാവം കിട്ടുന്നുണ്ട്. പിന്നെ സഹകരണവും, അല്ലെങ്കിൽ കുട്ടികള് സഹവർത്തിത്വത്തിലൂടെ, അതായത് സീസോയിൽ ഇരിക്കണം, 2 പേര് വേണം, അപ്പം നീ എന്റെ കൂടെ വരുവോ എന്ന് ചോദിക്കുന്നു. കൊളാബറേഷൻ അല്ലെ, അല്ലെങ്കിൽ അവര് സഹകരണ മനോഭാവം ഉണ്ടാവുന്നു. പിന്നെ സഹഭാവം ഉണ്ടാവുന്നു. അയ്യോ, അവൻ ഇതുവരെ ഒരു റൈഡിലും കയറിയില്ല, അവനൊരു അവസരം കൊടുക്കാം, ഉണ്ടാവുന്നില്ലേ? ടീച്ചറെ, പരിചയമില്ലെങ്കിലും സഹായിക്കാനുള്ള ഒരു ഇത് കാണിക്കാറുണ്ട്. നീ കൂടെ കേറിക്കോ, പേടിക്കണ്ടടാ, ഇത്ര ഉള്ളൂന്ന് പറയാറുള്ള. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയ സഹഭാവം അല്ലെ. അവന് എന്നെ പോലെയാണ്, അവൻ കേറിക്കോട്ടെ, അവനും കൂടെ ഉപയോഗിക്കേണ്ടതല്ലേ, എന്റെ സന്തോഷം അവനോട് കിട്ടേണ്ടതല്ലേ, അപ്പൊ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ അവരുടെ വിഷമം നമ്മുടേതായി കാണുന്നതുമല്ലേ സഹഭാവം.
അപ്പൊ അത് ചെയ്യുന്നു. പിന്നെ നേതൃത്വ പാഠവും കാണിക്കുന്നുണ്ട്. അതായത് ചില കുട്ടികൾ മടിച്ചു നിൽക്കുമ്പോൾ ഈ ടീച്ചർ പറഞ്ഞതുപോലെ കുട്ടികൾ അങ്ങോട്ട് ചെയ്യുന്നു, എന്താ എവിടെ നിൽക്കുന്നത്, എന്താ ഇങ്ങോട്ട് വാ, നമ്മളിലേക്ക് ചേർത്ത് നിർത്തുന്നു. നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് ഒന്നോ രണ്ടോ പേര് ഇങ്ങനെ ഒരു ലീഡറിനെ പോലെ നിന്നിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകും, നിങ്ങൾ ഇവിടേക്ക് പോകും എന്നൊക്കെ പറയുന്ന ലീഡേഴ്സിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒരു ഗ്രൂപ്പ്, നല്ല ഗ്രൂപ്പ് ഫോം ചെയ്യും, നല്ല ഹെൽത്തി റിലേഷൻഷിപ്സ് ഉണ്ടാവും അല്ലെ, നന്നായിട്ട് പെരുമാറാൻ, നല്ല സൗഹൃദങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാൻ പാർക്കൊക്കെ അത്യാവശ്യമാണ്, കളിരീതി അത്യാവശ്യമാണ്. സ്വാഭാവിക അന്തരീക്ഷത്തിലൂടെ കുട്ടികൾ ഇതെല്ലാം പഠിക്കുന്നു, അച്ചടക്കവും മാനേഴ്സും ഒക്കെ പഠിക്കുന്നു. ഇത്രയൊക്കെ പോരെ അതില്? ഒറ്റയ്ക്ക് ഇരുന്നെങ്കിൽ പോയിന്റ് കിട്ടോ? ഒറ്റയ്ക്ക് ഇരുന്നെങ്കിലേ നമുക്ക് ഇത്രയും പോയിന്റ് കിട്ടോ? ഇല്ല. ഓക്കെ. ഇനി അടുത്ത ദിവസം നിങ്ങൾ നോക്കേണ്ടത് അന്താരാഷ്ട്ര നിലവാരം കൊണ്ട് എന്താണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിഭാവനം ചെയ്തത്. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. അഞ്ജലി ടീച്ചറെ, എന്നിട്ട് ഗ്രൂപ്പിനകത്തേക്ക് ഒന്ന് ഇട്ടേക്കണേ. എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ കാണത്തില്ല. അതാ അന്താരാഷ്ട്ര നിലവാരം എന്ത് എന്ന് എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് എന്താണ് വിഭാവനം ചെയ്തത്, എന്തായിരുന്നു അന്താരാഷ്ട്ര നിലവാരം, ഇതൊക്കെ ചോദിച്ചതാണ്. പ്രത്യേകിച്ച് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്നും കൂടി പറയുന്നത്. ഓക്കെ. അതുപോലെ SCERTയുടെ പ്രവർത്തനങ്ങൾ പഴയ ആളുകൾക്ക് കിട്ടാത്തവരും ഉണ്ട് ഇതിനകത്ത്. ഇത് ഗ്രൂപ്പിൽ ഇടണ്ട, എനിക്ക് അയച്ചാൽ മതി, നമുക്ക് അടുത്ത ഡിസ്കഷനകത്ത് വെക്കാം. ടീച്ചർ ടെക്സ്റ്റ് ബുക്കിന്റെ ലിങ്ക് ഇട്ടുതരുമോ? ഞാൻ തരും കേട്ടോ. പുസ്തകം എങ്ങനെ എടുക്കണ്ടേന്ന് ഞാൻ റെക്കോർഡ് ഇട്ടായിരുന്നു. SCERTന്ന് ടൈപ്പ് ചെയ്ത് എങ്ങനെ എടുക്കണം, എനിക്ക് ഒന്നും അറിയത്തില്ല ടീച്ചറെ എന്ന് പറയാതെ ആ വീഡിയോ കണ്ടിട്ടൊന്ന് നോക്ക്. പറ്റിയില്ലെങ്കിൽ ഗ്രൂപ്പിൽ പറ, ആരെങ്കിലും ഇട്ടുതരും. പറ്റിയില്ലെങ്കിൽ മാത്രം. എന്ന് നമുക്ക് ഇതെല്ലാം ചെയ്തു തരാൻ ആരും കാണത്തില്ല. പിള്ളേരുടെ പുറകെ കിടക്കുന്ന അവർക്ക് ദേഷ്യം വരും കേട്ടോ. അതുപോലെ ടീച്ചറെ, അഞ്ജലി ടീച്ചറെ, തുല്യതാ വിദ്യാഭ്യാസ രീതി ഉണ്ടല്ലോ, തുല്യത, ഇവരൊക്കെ എക്സാം എഴുതിയ, അപ്പൊ അതിന്റെ പ്രാധാന്യവും ആവശ്യകതയും ഈ ഒരു 3 കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളൂ. പിന്നെ നമ്മൾ ഇന്നലെ എന്തായിരുന്നു നിങ്ങളോട് ഞാൻ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിടണേ എന്ന് പറഞ്ഞത്, നിലവിലത്തെ പ്രശ്നങ്ങൾ അല്ലേ, അതേക്കുറിച്ച് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതിന്റെ ഒരു കൺക്ലൂഷൻ എനിക്ക് വോയിസ് ഇടാൻ പറ്റിയില്ല. അപ്പൊ അതായത് നിലവിൽ നമ്മുടെ സമൂഹത്തിൽ ധാരാളം പ്രശ്നങ്ങൾ കണ്ടുവരുന്നു. പ്രത്യേകിച്ച് റാഗിങ്, കൊലപാതകങ്ങളിലേക്ക് കുറ്റവാളികള് ഉപദ്രവം മൂലം ജീവൻ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങള്, പിന്നെ മർദ്ദിച്ച് അവശരാക്കപ്പെട്ട കുട്ടികൾ. ഇന്നും ഒരു വാർത്ത വന്നു അല്ലെ, ഇന്നും വന്നില്ലേ, +2 വിദ്യാർത്ഥിയെ, ഇന്നലത്തെയോ വാർത്ത വീണ്ടും വന്നിരുന്നു. അവിടെ ഇവിടെയായിട്ട് വീണ്ടും ഇത്തരം വാർത്തകൾ വരുന്നു. അപ്പൊ നമ്മൾ ഇത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുക എന്ന അർത്ഥത്തിലാണ് ഇന്നലെ നിങ്ങൾക്ക് ടോപ്പിക്ക് തന്നത്. അപ്പോ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ വിദ്യാഭ്യാസത്തിന് മൂല്യച്യുതി വന്നിട്ടില്ലെങ്കിലും എവിടെയൊക്കെയോ നമ്മൾ വിദ്യാഭ്യാസം എത്തിക്കുന്നതിൽ കുറച്ച് അപാകതകൾ വന്നു. ശരിയായ വിദ്യാഭ്യാസം മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു. മൂല്യങ്ങൾക്കും മനോഭാവങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാഭ്യാസ രീതി തന്നെയാണ് നമ്മൾ വിഭാവനം ചെയ്തതും നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചതും. പക്ഷേ ഈ മൂല്യങ്ങൾ കുട്ടികളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്ന യാതൊരു സംവിധാനവും നിലവിൽ ഇല്ല. അതാണ് പ്രധാന പ്രശ്നം. ടീച്ചിങ് മാനുവലിൽ മാത്രം ഒതുങ്ങുന്നു, അല്ലെങ്കിൽ ഹാൻഡ് ബുക്കിൽ മാത്രം ഒതുങ്ങുന്ന മൂല്യങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത്. കുട്ടികളിലേക്ക് മൂല്യങ്ങൾ എത്തുന്നില്ല. നമ്മള് മധുസാറിന്റെ ക്ലാസ്സിൽ നികീർണ പാഠ്യപദ്ധതി എന്ന ഒരു ടേം പറഞ്ഞിരുന്നു. അതായത് കുട്ടികൾ പോലും അറിയാതെ പാഠപുസ്തകത്തിലും നിന്ന് കുട്ടികൾ അറിയാതെ നേടുന്ന കുറെ മൂല്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പരാമർശിച്ചിരുന്നു. ഇത്തരത്തിൽ കുട്ടികൾ പോലും നമ്മൾ പാഠപുസ്തകത്തിന്റെ ഭാഗമായോ പാഠ്യപദ്ധതിയുടെ ഭാഗമായോ അല്ലാതെ അധ്യാപകർക്ക് കുഞ്ഞുങ്ങളിലേക്ക് ഒരുപാട് മൂല്യങ്ങൾ കൊടുക്കാനാകും. അതിന് ഉള്ള പ്രതിബദ്ധത നമ്മൾ കാണിക്കണം. സമൂഹത്തിനും അധ്യാപകർക്കുമാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാനാവുക. അപ്പൊ അധ്യാപകർക്ക് കുറച്ചുകൂടി റോള് നൽകുക എന്നതാണ് എനിക്കൊരു അധ്യാപിക എന്ന നിലയിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായി പറയാനുള്ള ഒരു കാര്യം.
അധ്യാപകർ ഇപ്പോ ഭയത്തിന്റെ നിഴലിലാണ്. അതായത് കുട്ടികൾക്കെതിരെ എന്ത് പറഞ്ഞാലും ബാലാവകാശ കമ്മീഷനെ ഭയക്കേണ്ടി വരുന്നു. കുട്ടികൾ തന്നെ അതിനെ ഒരു മുതലെടുപ്പ് നടത്തിയിട്ട് ഭീഷണിപ്പെടുത്തുക. രക്ഷിതാക്കൾ കുട്ടികളോടൊപ്പം കണ്ണുമടച്ച് നിന്നുകൊണ്ട് അധ്യാപകരെ വിമർശിക്കുന്നു. ഇങ്ങനെ അധ്യാപകര് വല്ലാത്തൊരവസ്ഥയിലും പിരിമുറുക്കത്തിലുമാണ്. അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂളിലെ ഇന്ന് ഭയങ്കര തല്ലായി. 5ാം ക്ലാസ്സിലെ കുട്ടികൾ തമ്മിൽ അടി കൂടിയിട്ട് അതിൽ കുറച്ച് സൈസ് ഉള്ള കുട്ടി സൈസ് കുറഞ്ഞ കുട്ടിയെടുത്ത് വലിച്ചെറിഞ്ഞു. അങ്ങനെ അവന്റെ കൈ ഒടിഞ്ഞു. അങ്ങനെ രക്ഷിതാക്കൾ വരുന്നതിന് മുന്നേ ടീച്ചേഴ്സ് സ്കൂളിൽ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി എക്സ്റേ എടുത്തു, ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തു. പക്ഷെ ആ രക്ഷിതാക്കൾ വന്നിട്ട് അധ്യാപകരെ തല്ലുന്ന അവസ്ഥ വരെ എത്തി. ആ രക്ഷിതാക്കൾ മാത്രല്ല, അവന്റെ മൂത്ത സഹോദരൻ വന്നിട്ട് ഏതോ ഒരു സാറിനെ ഇവനാണോ ചോദിച്ചത് അവനാണോ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കാം. അപ്പൊ നമുക്കതൊന്ന് മനസ്സിലാവണം എന്താ വെച്ചാല് സംഭവം കുട്ടികൾ തമ്മിൽ തല്ലുകൂടുന്നു. പക്ഷെ ആ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിരിക്കുന്നു. അവരും അങ്ങോട്ട് കാട്ടിയിട്ടുണ്ട്. പക്ഷെ അപകടം സംഭവിച്ചത് കൂടുതൽ ഇവനാണെന്ന് മാത്രം. പക്ഷെ ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന മൂല്യങ്ങൾ ഇതാണ്. അവന്റെ സ്വന്തം ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 or 6 വയസ്സ് മാക്സിമം മൂപ്പുണ്ടായിരിക്കുള്ളൂ. അവനാണ് ഒരു അധ്യാപകനെ ഇവനാണോ അച്ഛനെ പറഞ്ഞത്, അവനാണോ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് അധ്യാപകരോട് സംസാരിക്കുന്നത്. അപ്പൊ ആ കുട്ടികളെ നമ്മൾ ഏത് രീതിയിലാണ് കുറ്റം പറയാ? അവർ വീട്ടിൽ നിന്ന് കിട്ടുന്നത് ഇതല്ലേ. കുട്ടികള് ഈ തല്ലുകൂടുന്ന സമയത്ത് അധ്യാപകർ എവിടെയായിരുന്നു? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ടീച്ചേഴ്സ് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ്. കാരണം ഇവര് ചിലര് ഭക്ഷണം കഴിക്കില്ല. അത് ടീച്ചേഴ്സ് ഇവര് ഭക്ഷണം കഴിച്ചു വന്നിട്ട് കഴിക്കാതെ റൂമിൽ ഇരിക്കുന്നവരെ പിടിച്ചുകൊണ്ടിട്ട് പിന്നെ കഴിപ്പിക്കലാണ്. ആ നേരത്താണ് ഇവരിത് ചെയ്യുന്നത്. ഒരു 5 or 10 മിനിറ്റ് വേണ്ടുള്ളൂ ഇവർക്ക് തല്ലൂടാന് ആ നേരത്ത്. അതെ. അപ്പൊ ഞാൻ ഈ ചോദിച്ച ചോദ്യമായിരിക്കും രക്ഷിതാക്കളുടെ മനസ്സിലും ഉണ്ടാവുക. ഞങ്ങൾക്കും അനുഭവം ഉള്ളതെല്ലാം ഈ ഉച്ച സമയത്താണ്. ഉച്ചയ്ക്ക് അതുകൊണ്ട് ഞാൻ എന്റെ കുട്ടികളുടെ കൂടെ ഇരുന്നായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. എല്ലാവരും ഒരേ സമയം ആഹാരം വാങ്ങി ഹൈസ്കൂളിലാണ് എന്റെ ക്ലാസ്സിലേക്ക് കയറ്റുന്നു. അപ്പൊ അവിടെ ഭക്ഷണം കഴിക്കാൻ പ്രത്യേക കോർണർ ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യേക അനുവാദം വാങ്ങിയിട്ട് ക്ലാസ് റൂമിൽ ഞങ്ങൾ ക്ലാസ് ക്ലീൻ ചെയ്തോളാം എന്ന അനുവാദം വാങ്ങി ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആ ക്ലാസ് റൂമിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പുറത്തു വരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കുട്ടികളെ ടോയ്ലറ്റിലേക്ക് വരിയായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹൈസ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടികളെ ടോയ്ലറ്റിലേക്ക് നമ്മളും കൂടെ എക്സ്കോർട്ട് ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകള് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. അപ്പോ അവർക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യം കൂടി അവിടെ നഷ്ടമാവുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ നമ്മൾ അവരുടെ സുരക്ഷിതത്വം കരുതിയും കുട്ടികളിൽ കുറച്ചുകൂടി അച്ചടക്കം വരാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. ഇപ്പൊ കൂടെ പോകുമ്പോ അതുപോലെ കുട്ടികൾ തിരിച്ചു ചോദിക്കുന്നത് അധ്യാപകർ ഇടപെടാതിരിക്കുമ്പോഴാണ്. അതായത് എന്റെ കുട്ടി എന്ന മനോഭാവത്തിൽ എന്റെ കുട്ടിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അവരോടൊപ്പം ഉണ്ട് എന്നൊരു അധ്യാപിക കുട്ടിക്ക് ഉറപ്പ് കൊടുക്കുന്നു. നമ്മുടെ ക്ലാസ് നമ്മുടെ ചുമതലയാണ്. ആ ക്ലാസ്സിന്റെ അമ്മയാണ് ആ ടീച്ചർ എന്ന് പറയുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളല്ല ചോദിക്കേണ്ടത്, ഞാനാണ് ചോദിക്കേണ്ടത്, ഞാനത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന് ഉറപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ ഒതുങ്ങാറുണ്ട്. അതൊക്കെ വലിയ ക്ലാസ്സിലാണ്. LP തലത്തിലൊന്നും ഇത്തരം പ്രശ്നങ്ങൾ LP UP തലത്തിൽ വലുതായി കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ അഞ്ജലി ടീച്ചർ പറഞ്ഞതുപോലെ UP സ്കൂളുകൾക്ക് ഹൈസ്കൂളിന്റെ ഒരു ആറ്റിറ്റ്യൂഡിലേക്കാണ് കുട്ടികൾ പോകുന്നത്. അപ്പൊ അത് പരിഹരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ എന്താണ്, അധ്യാപകര് മൂല്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നൊരു കാര്യം ഞാൻ പറഞ്ഞു അല്ലെ. മൂല്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളത് ബോധപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായി കൊടുക്കുക. അവരുമായി നല്ല സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടി എന്നേക്കാൾ സുരക്ഷിതയാണ് അധ്യാപികയുടെ അടുത്ത് എന്ന ഫീല് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അധ്യാപിക എത്ര വഴക്ക് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അവന്റെ നന്മയ്ക്കാണ് എന്ന് ഉൾക്കൊള്ളാൻ രക്ഷിതാക്കൾക്ക് കഴിയും. ആ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം. അപ്പൊ അത് നേടിയെടുത്ത ശേഷം ഞാൻ പറഞ്ഞു തീർത്തിട്ട് ഇനി സംസാരിക്കാം, അല്ലെങ്കിൽ ആ പോയിന്റ്സ് എല്ലാം നഷ്ടമാവും. അപ്പോ അധ്യാപിക ആ ഒരു നല്ല ബന്ധം സ്ഥാപിച്ചെടുത്തതിന് ശേഷം സ്ഥാപിച്ചെടുക്കുക എങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളെയും അവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് ചെയ്യാനാകുന്നത് കുട്ടികളിലേക്ക് നല്ല മനോഭാവങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കണമെങ്കിൽ അവരുടെ സാമൂഹികപരമായ ആക്ടിവിറ്റീസ് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം. അതായത് സമൂഹവുമായിട്ടുള്ള ഇടപഴകലുകൾ, അതുപോലെ സേവന മേഖലകൾ, ഇതിലൊക്കെ ഇടപെട്ട് പെരുമാറാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കണം. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ വേദനകൾ അവർ കാണണം. അപ്പോ നമ്മൾ എത്രയും ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ ഈ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഉള്ളത് എന്ന് അവർക്ക് തോന്നണം. തങ്ങളുടെ ചെറിയ നേട്ടങ്ങളിൽ പോലും അവർക്ക് അഭിമാനം തോന്നണം. അതിൽ നന്ദിയുള്ളവരാക്കി അവരെ മാറ്റണം.
അപ്പോ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങള്, അതുപോലെ ഈ അഡിക്ഷനുകൾ ആളുകളെ എവിടെയൊക്കെ കൊണ്ടെത്തിച്ചു, ഇത്തരം അനുഭവങ്ങള് ഇതൊക്കെ നമ്മുടെ മക്കളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പം യൂട്യൂബ് ഒക്കെ നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഇത്തരം കുട്ടികളുടെ അനുഭവങ്ങൾ പറഞ്ഞ് തിരുത്തപ്പെട്ട കുട്ടികളുണ്ട്. പല്ലൊക്കെ പൊടിഞ്ഞു എന്നൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ പറയുന്ന ഒരു യുവാവിനെ ഈ അടുത്തിടയ്ക്ക് നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടതാണ്. അതുപോലെ അച്ഛനെ പോലും അറിയില്ല, അച്ഛനെ എതിർത്ത് നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പയ്യൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഈ അനുഭവങ്ങളൊക്കെ എത്തിക്കുമ്പോൾ ഞാനും അത്തരത്തിലേക്കായി പോകും എന്ന ഒരു മനോഭാവം കുട്ടികളിലേക്ക് വരും. അതുപോലെ ഈ പറഞ്ഞ യൂണിഫോം രീതികൾ, അതായത് SPC അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെറിയ ക്ലാസ് മുതലേ അവർക്ക് സേവന മേഖലകളിലേക്ക് ഇറങ്ങാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇത്തരം എക്സൈസിൻ്റെതും പിന്നെ എന്താണ് പിങ്ക് പോലീസിൻ്റെതും ഒക്കെ ആയിട്ടുള്ള സേവനങ്ങളും ബോധവൽക്കരണ ക്ലാസ്സുകൾ, അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുക. സ്കൂളുകളിലെ കൗൺസിലിംഗ് സെല്ലുകൾ എല്ലാ സ്കൂളുകളിലും നിർബന്ധമായി കൊണ്ടുവരിക. അപ്പോൾ ആ കൗൺസിലിംഗ് സെല്ലുകളുടെ ഭാഗമായിട്ട് കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും ചില ക്ലാസ്സുകൾ കൊടുക്കണം. എങ്ങനെ നല്ലൊരു പേരന്റ് ആണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതുപോലെ നിലവിലുള്ള ഒരു വ്യവസ്ഥ, അതായത് കുട്ടികളുടെ ബാഗ് പരിശോധിക്കരുത്, അത് അവരുടെ പ്രൈവസിയെ പിന്നെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയാണ്, കുട്ടികൾക്ക് പ്രൈവസി വേണം എന്നൊക്കെ ഇടയ്ക്ക് വെച്ച് വന്നിരുന്നു. പ്രത്യേകിച്ച് ഹൈസ്കൂളുകളിൽ ബാഗ് പരിശോധന ഒഴിവാക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വന്നത്. നമ്മളൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. കുട്ടികളെ കൃത്യമായ സമയത്ത് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ആ ബാഗ് പരിശോധന നടത്തിയത് കൊണ്ടാണ്. അപ്പോ അത് പരിശോധന വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെയും എന്തും തിരികെ വെക്കാം. ഇപ്പൊ ബാഗ് പരിശോധിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് കുട്ടികൾ ഇപ്പൊ സ്വന്തം ശരീരത്തിലാണ് എല്ലാം ഒളിപ്പിക്കുന്നത്. അതിനൊരു പരിധിയുണ്ട് ഇപ്പൊ കണ്ടെത്താനൊക്കെ ആയിട്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ഇതിനുള്ള സെല്ലുകൾ കൃത്യമായിട്ടുണ്ടാകണം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കുട്ടികളാണ് എന്ന വലിയ പരിഗണനകൾ കൊടുക്കുന്നു നിയമത്തിന്റെ മുമ്പിൽ. അപ്പൊ അത് പരിഗണന കൊടുക്കേണ്ടെന്നല്ല, കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾ പുറത്തു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കണം. പക്ഷെ അവർക്കത് ചെയ്യാൻ പാടില്ല എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അനുഭവം കൊടുക്കണം. നമ്മൾ പിന്നെ ഋണപ്രബലനമൊക്കെ പറഞ്ഞതുപോലെ പിന്നെ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ, ഋണപ്രബലനം. അതുപോലെ ഇവർക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിലേക്ക് ഒരു ശിക്ഷ എന്ന രീതിയിലേക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതായത് അവർക്ക് പിന്നെ സേവനങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ ഇഷ്ടമായിരിക്കത്തില്ല ഇത്തരം കുട്ടികൾക്ക്. അപ്പൊ അവരെ നിർബന്ധിത സേവനങ്ങൾക്ക് അവരെ പറഞ്ഞു വിടുക. നമ്മൾ കണ്ടതാണ് സഞ്ജു ടെക്കിയുടെ ഒക്കെ ഒരു അവസ്ഥ. അദ്ദേഹത്തിനൊക്കെ കൊടുത്ത ഒരു പണിഷ്മെന്റ് നമ്മൾ കണ്ടതാണ്. അപ്പം യൂട്യൂബർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് നിർബന്ധിത കൗൺസിലിംഗ്, അതിന്റെ ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കൊടുക്കുക. അങ്ങനെ അവർ ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ നടപടികൾ വരത്തക്ക രീതിയിലുള്ള നിയമങ്ങൾ വരിക. പിന്നെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ സേവനങ്ങൾ ചെയ്യിപ്പിക്കുക. ഇപ്പൊ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, അതിനകത്തൊക്കെ കൃത്യമായ മാറ്റങ്ങൾ വരുത്തുക. ജുവനൈൽ ഹോമുകളിലേക്ക് കുട്ടികളെ എത്തിക്കാൻ 100 കടമ്പകളാണ്. അപ്പം അങ്ങനെ പോകാതെ അതിന് മുമ്പ് 1-2 സ്റ്റെപ്പുകൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തണം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കൃത്യമായ സംവിധാനങ്ങൾ വരണം. ഇപ്പൊ തന്നെ ഷഹബാസിന്റെ പിന്നെ കൊലപാതകമാണത്. അതിന് ആ കുഞ്ഞില്ലാതായി, പഠിക്കുന്ന ഒരു കുട്ടി ഇല്ലാതായിട്ടും അതിന്റെ കുറ്റവാളികളായ കുട്ടികൾക്ക് എക്സാം എഴുതാൻ പറ്റി. അതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് അത് സംഭവിച്ചു? അത് നമ്മളുടെ നിയമം അത്രയും ബലമില്ലാത്ത ഒരു നിയമം ആയതുകൊണ്ടാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നു, പിന്നെ എല്ലാവരെയും നമ്മൾ പഴിചാരുന്നു. ഒരു നിയമ സംഹിത ഇങ്ങനെ കിടക്കുമ്പോ, നിയമങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോ ആർക്കാണ് അതിന് അതീതരായിട്ട് പ്രവർത്തിക്കാനാവുക എന്ന് ആലോചിക്കണം. അപ്പൊ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തണം. ഇത്തരം സംവിധാനങ്ങളൊക്കെയാണ്. ഇത്രയൊക്കെ പറഞ്ഞാൽ മതിയാവും. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കലുകൾ നടത്താം. ഓക്കെ, രേഷ്മ ടീച്ചർ എന്തിനായിരുന്നു ഓൺ ചെയ്തത്? ടീച്ചറെ, എനിക്കൊരു അനുഭവം ഉള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്താ ഒരു ടീച്ചർ, ഞാൻ ഈ ഇതില് തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തപ്പോ തന്നെ ഒരു ടീച്ചർ പറഞ്ഞു, ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായപ്പോ നമ്മുടെ ടീച്ചിങ് മാനുവലില് മൂല്യങ്ങളും മനോഭാവങ്ങളും എഴുത്തിൽ പോലും കാണാനില്ല. ഒരു ടീച്ചർ ഇതിൽ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പൊ അന്ന് അല്ല, മൂല്യങ്ങളും മനോഭാവങ്ങളും ഉള്ള ഒരു മാനുവലില് നമ്മൾ എഴുതുമല്ലോ. അന്നേരം അത് അവരുടെ അവിടെ ഉള്ള വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ മാനുവലില് അത് കണ്ടില്ല. അപ്പൊ എന്താന്ന് ചോദിച്ചു എന്ന് പറഞ്ഞായിരുന്നു.
ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. അഞ്ജലി ടീച്ചർ അപ്പൊ ആണോന്ന് ഞാൻ ചോദിച്ചത്. ടീച്ചർ ആണെന്നാണ് എന്റെ ഓർമ്മ. ശരിയാണോ അഞ്ജലി ടീച്ചറെ? ഞാൻ തന്നെയാണ്. അതെ. അപ്പൊ ഞാന് ഒരു പക്ഷേ ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് അവിടെ എടുക്കുന്ന സമയം ആ ക്ലാസ്സിൽ കയറുന്ന സമയം എന്നല്ലാതെ വേറൊരു സമയം നമുക്ക് ഒരു പ്രവർത്തനങ്ങൾക്കും, അതായത് ഒരുപാട് 1ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ 17 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അത് ഒരു കൃത്യം വരുത്തുമെന്നാണ് അവർ പറയുന്നത് അടുത്ത വർഷം. അതെ. അപ്പോ ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ നമ്മൾ ഓരോ ദിവസം എന്നുള്ള രീതിയിൽ നമ്മള് ഓരോ ചാപ്റ്റർ എടുക്കേണ്ട ഒരു സ്ഥിതി വരികയാണ്. അന്നേരം എന്താ മൂല്യങ്ങളും മനോഭാവങ്ങളും ചിലപ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ തന്നെ നമുക്ക് സമയം കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പം ഇല്ലെങ്കിൽ കൂടി ഞാനും മൂല്യങ്ങളും മനോഭാവങ്ങളും എന്നുള്ള രീതിയിൽ നമ്മൾ നോട്ട് ബുക്കിൽ എഴുതിയിട്ടില്ല എങ്കിൽ കൂടി നമ്മൾ ചില സമയങ്ങളിൽ അത് കണ്ടെത്തി കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ടീച്ചേഴ്സ് അല്ലെങ്കിൽ കുട്ടികളോട് ആത്മാർത്ഥത ഉള്ള വരുന്ന തലമുറയുടെ നല്ലതിന് വേണ്ടി നമ്മൾ അതിന് സമയം കണ്ടെത്താറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും ഈ പഠിപ്പിച്ചതിന്റെ അപ്പുറം അന്വേഷിക്കുന്ന പേരൻസ് ആണ് നമ്മുടെ ചുറ്റിലുള്ളത്. കേൾക്കുന്നുണ്ട്? മനസ്സിലാവുന്നുണ്ട് ടീച്ചറെ. അത് നമ്മൾ ഇടയ്ക്ക് എന്തോ ഡിസ്കഷൻ വെച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു, അധ്യാപകരെല്ലാം സ്ട്രെസ്ഡ് ആണ്. അവരെ ഈ അക്കാദമിക കാര്യങ്ങളിൽ കുരുക്കിയിടുന്ന ഒരു രീതി. അതില്ലാതെ അവർക്ക് ഫ്രീ മൈൻഡ് കൊടുക്കണം. ഒന്നുകൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്കീം ഓഫ് വർക്ക് വരണം. അഡീഷണൽ എന്തെങ്കിലും ചെയ്യുക, കുട്ടികൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള പിന്നെ ഇങ്ങനെ സർഗവേളകൾ സൃഷ്ടിക്കുക, അതൊക്കെ നിർബന്ധമാക്കി കൊണ്ടുവരിക. നമ്മളിപ്പോ ഇംഗ്ലീഷിൽ ഒരു പാരന്റ്, അതായത് വിദ്യാഭ്യാസമുള്ള അറിവുള്ള PSCയിലാണ്, കോഴിക്കോട് PSCയിൽ അയാള് ULD ക്ലർക്ക് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ അയാളുടെ കുട്ടി എന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അന്നേരം അയാൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു പാരറ്റിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട് പഠിക്കാൻ, ഇപ്പൊ എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ അതിനകത്ത് അയാള് വീട്ടിൽ ചെന്നിട്ട് കുട്ടീനോട് ബേർഡ് എന്ന് എഴുതാൻ പറഞ്ഞു. നമ്മള് കുട്ടീനെ കൊണ്ട് സ്പെല്ലിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ലല്ലോ. നമ്മള് ആശയങ്ങളിൽ നിന്ന് വാക്കുന്ന് ലെറ്റർ അങ്ങനെയാണല്ലോ പോകുന്നത്. പക്ഷെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ വരെ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന എന്താ? അയാൾ എന്നോട് പറഞ്ഞൊരു വാക്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ കുട്ടികൾ പഠിപ്പിക്കുമ്പോൾ ഗവൺമെന്റ് സ്കൂളിൽ വിട്ടുന്ന കുട്ടികള് CBSEയിൽ പഠിക്കുന്ന ആളുകളോടല്ലേ മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞേ. നമ്മുടെ കുട്ടിയെ മത്സരിക്കാനാണ് വിടുന്നത് അല്ലേ? അതെ. അത് അറിവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാർ പറയുന്നതാണ്. അന്നേരം ഞാൻ എന്ത് ചെയ്ത്, അപ്പൊ അവർക്ക് നമ്മളെ ഈ മൂല്യങ്ങളും മനോഭാവങ്ങളും അല്ല അവർക്ക് വേണ്ടത്. കുട്ടിക്ക് എന്താ അറിയാം? ആ കുട്ടിയാണെങ്കിൽ എന്റെ ക്ലാസ്സിലെ മികച്ച കുട്ടി, ആ കുട്ടിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരു കുട്ടിക്കും ഇല്ല. അതാണ് അവസ്ഥ. അങ്ങനെയായപ്പം ഞാൻ പിറ്റേന്ന് മുതൽ എന്ത് ചെയ്തു, ഡിക്റ്റേഷൻ. നമുക്കത് പറഞ്ഞിട്ടില്ല സിലബസിൽ, പക്ഷെ അവർക്ക് ആഗ്രഹം അതാണ്, കുറെ മാർക്ക് കിട്ടുക, കുറെ ശരി കിട്ടുക, ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ചില സമയങ്ങളിലെങ്കിലും ടീച്ചർമാര് അത് പിന്തുടരാൻ ബാധ്യസ്ഥരാവുകയാണ്. ടീച്ചർ അതിലേ 1-2 കാര്യം. ഒന്ന്, അത് നമ്മള് അങ്ങനെ അങ്ങ് മാറിക്കൊടുക്കേണ്ട കാര്യമില്ല. അത് അവരെ ബോധ്യപ്പെടുത്തുക. ഞാനൊക്കെ ആണെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു രക്ഷിതാവ്, ഒരു കുട്ടിയുടെ അടുത്തിരുത്തല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി എത്ര വികൃതിയാണ്, അത് സത്യമായ കാര്യമാണ്. അവൻ അത്ര വികൃതിയാണ്. പക്ഷെ ആ വികൃതി തരം മാറ്റിയെടുക്കാൻ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, അവന്റെ സഹപാഠികളും കൂടി വിചാരിച്ച് അവനെ ഹെൽപ്പ് ചെയ്താലേ അവൻ മാറും. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ സമൂഹത്തിൽ എത്ര തരം ആളുകൾ ഉള്ള സമൂഹത്തിലേക്കാണ് നമ്മുടെ കുട്ടി ഇറങ്ങി ചെല്ലാൻ പോകുന്നത്? എത്ര പേരെ ഇങ്ങനെ മാറ്റുമെന്ന് ചോദിച്ചു. അവളുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ അവന്റെ അടുത്തുനിന്ന് എത്ര പേരെ നിങ്ങൾ ഇങ്ങനെ മാറ്റും, എത്ര നാൾ കൊണ്ടുപോയി മാറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടിയില്ല. അപ്പൊ അതിന് ഞാനത് മാറ്റില്ല, പക്ഷെ ആ കുട്ടിയിൽ മാറ്റങ്ങൾ വരുത്തും, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നീട് ഞാനായിരുന്നു ശരിയെന്ന് അതേ രക്ഷിതാവിനും ബോധ്യമായി. അവര് പറഞ്ഞു, കാര്യം ആ കുട്ടിയെ ഇഷ്ടമല്ലാതെ, ഈ പറഞ്ഞ രക്ഷിതാവിന്റെ കുട്ടിക്ക് അവനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, വികൃതിയാണ് ഈ കുട്ടി. മറ്റേ കുട്ടി ഒരുവിധം നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന സ്വഭാവം ഉള്ള ഗുണമുള്ള കുട്ടിയാണ്. അവർക്കാണ് ഇത്തരം കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ കുട്ടിയെ അവന്റെ കൂടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു, അവനെ മികച്ചതാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ ഒരാൾ മാറ്റി നിർത്തിയാൽ നമുക്ക് വിഷമമാവില്ലേ? നമ്മൾ അങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്ത് കൂടെ നിർത്തി അവരിൽ മാറ്റങ്ങൾ വരുത്തല്ലേ വേണ്ടേ? പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലാവും.
അങ്ങനെയാണ് അത് മാറ്റിയത്. പിന്നെ ഈ പറഞ്ഞ ഡിറ്റീഷൻ, ഇത് നമ്മളോട് എല്ലാരും പറഞ്ഞു ടീച്ചറെ ഒന്നും കാണുന്നില്ലല്ലോ, ബുക്കിലൊന്നുമില്ല. അപ്പം ഞാൻ പറയും ബുക്കിലില്ലെങ്കിലും കുട്ടി ഹാപ്പിയാണോ, അവന് കാര്യങ്ങൾ അറിയാമോ, അവന് ബോധ്യമുണ്ട്. അത് നിങ്ങൾ വിചാരിക്കേണ്ട എക്സാം മാത്രമല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും എന്റെ പഠന ശൈലിയിൽ ഒരു രക്ഷിതാവും ഇടപെടാൻ സമ്മതിക്കില്ല. അത് വന്ന വഴി എന്ന് വെച്ചാ എന്റെ കോവർക്കർക്ക് വിളിച്ചു പറഞ്ഞ് ഞാൻ HM-ന് നേരിട്ട് എനിക്കിട്ട് അതേ വോയിസും മെസ്സേജും HM-ന് ഇട്ടു. അപ്പൊ നമുക്ക് അത് ഫോളോ ചെയ്യാം. നമ്മള് ഡെയിലി ബേസിലുള്ള ഒരു ലെവലാണല്ലോ, അധികം അധികാരം എടുക്കാനും പറ്റാത്ത അവസ്ഥ. അപ്പൊ സമയങ്ങളിലെല്ലാം ഞാൻ പറയാണ് ഡെയിലി വേജ് ആണ് എന്ന് കരുതി ഒരിക്കലും ഒന്നിലും പിന്നോട്ട് നിൽക്കരുത്. നമ്മളും അവിടെ ഡെയിലി ആണെങ്കിലും നമ്മളെ ഒന്നും ആർക്കും പിരിച്ചുവിടാൻ പറ്റില്ല. അത് ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് ഉത്തരവ് വന്ന് നമ്മളവിടെ താൽക്കാലിക അധ്യാപകരായിട്ട് കയറുന്നു. എന്തെങ്കിലും ഒന്നിന്റെ പേരിൽ ജോലി പോകും എന്നുള്ള രീതിയിലേക്ക് പിരിച്ചുവിടാനാവില്ല. ഇവിടെ വിവരാവകാശം ഉണ്ട്. നമ്മളുടെ അവകാശങ്ങളൊക്കെ അതിന് കൃത്യമായ രീതിയിലുള്ള പ്രൊസീജിയർ വേണം. വെറുതെ ഒരു രക്ഷിതാവ് പറഞ്ഞു അല്ലെങ്കിൽ വെറുതെ ഒരാൾ പറഞ്ഞു എന്ന് കരുതി നമ്മുടെ ജോലി അങ്ങനെ നമ്മളുടെ മൈൻഡിൽ പോലും അത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാതായി പോകും. പോന്നെ പോട്ടെ നോക്കണം. നമ്മൾ ശരികളുടെ കൂടെ തന്നെ നിൽക്കുക. ടീച്ചറിന്റെ ശരി എന്താണോ അതേ ടീച്ചർ ചെയ്യാവൂ. ഇങ്ങനെ ഡിറ്റേഷൻ ഇടുമ്പോ ആ കുട്ടിക്ക് പഠനത്തിനോട് പോലും താല്പര്യമില്ല. അതിപ്പോ മോന്റെ ക്ലാസ്സിലും ഇതുപോലൊരു അധ്യാപിക ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഡെയിലി ആയിട്ട് വന്നതാണ്. അപ്പൊ പിന്നെ ആ ടീച്ചർ രേഷ്മ ടീച്ചറെ പോലെ അല്ല, ആ ടീച്ചർ സ്വയം ഇങ്ങനെ ഇതങ്ങ് ശീലമായി ഇങ്ങനെ അങ്ങ് ചെയ്യിപ്പിക്കുകയാണ്. ഒരു ദിവസം 15 വാക്ക്. പിന്നെ ഈ 1ാം ക്ലാസ്സിൽ പഠിക്കേണ്ട വാക്കുകൾ നമുക്കറിയാം, 1ലും 2ലും ഒക്കെ. അതിനപ്പുറമുള്ള വാക്കുകളാണ് കൊടുക്കുന്നത്, വലിയ വാക്കുകൾ. മോന് കോൺഫിഡൻസ് കുറഞ്ഞു വരികയാണ്. ഞാൻ അവനെ അങ്ങനെ പഠിപ്പിക്കാറില്ല, ഉച്ചാരണം വെച്ചാണ് ഞങ്ങള് മോനെ പഠിപ്പിക്കാറ്. അപ്പൊ സ്പെല്ലിംഗ് കാണാതെ പഠിക്കാതെ ഉച്ചാരണം വെച്ച് എഴുതാൻ പഠിക്കുമ്പോൾ അവർ ആ ടെക്നിക്ക് പഠിക്കുകയാണ്, ആ ഒരു രീതിയിലാണ്. അപ്പൊ അതിന് ടീച്ചറിന് ക്ഷമ വേണം. ടീച്ചർ ഇങ്ങനെ കുട്ടിക്ക് തെറ്റുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ, അവനോ അടുത്ത് വിളിച്ചു നിർത്തി ഇതിങ്ങനെയാ ഉച്ചരിക്കുന്നത്, ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേന്ന് പറയാം. അതിനുള്ള കുട്ടികളെ ആ ക്ലാസ്സിലുള്ളൂ. എന്നിട്ട് അവനെ ശരിയിലേക്ക് കൊണ്ടുവന്ന് അവന് കോൺഫിഡൻസ് കൊടുക്കണം. ഇത് 1 മാർക്കേ ഉള്ളെങ്കിൽ 1 ഇടുക, ബാക്കിയെല്ലാം വെട്ടിട്ട് വിടുക. കുട്ടിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ഉച്ചാരണത്തിൽ കൂടെ പഠിക്കുമ്പോ ഒരിക്കലും ബേർഡ് എന്നുള്ള ഇത് നമുക്ക് ആ ആറുള്ള സൗണ്ട് വരുന്നില്ലല്ലോ. ഞാൻ ഇതാണ് ഫോളോ ചെയ്യുന്നത്. നമ്മള് സൗണ്ട് വെച്ചിട്ട് തന്നെയാണ് കുട്ടീനെ എഴുതാൻ പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. ഈ ബേർഡ് എന്നുള്ള ഒരു വേർഡ് പോലും പാഠപുസ്തകത്തിൽ എവിടെയും വരുന്നില്ല. പാരറ്റ് എന്ന് വരുന്നു, ശരി. അതിന്റെ ആ അറിയണ്ടേന്നാണ് അയാൾ ചോദിക്കുന്നത്. കുട്ടിക്ക് പറയാനറിയാം. അപ്പൊ അതാണ് വിദ്യാഭ്യാസമുള്ള സമൂഹത്തിന്റെ അവസ്ഥ. അത് തൃശ്ശൂർ ജില്ലയിലെ ഒരു സാറ് പറഞ്ഞ സജീവൻ സാറുണ്ട്. ചില അധ്യാപകരുടെ ഒക്കെ മേലിലെ ഒരു വ്യവഹാരവാദത്തിന്റെ പ്രേതം ഇപ്പോഴും കൂടിയോണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളുടെ പ്രേതം അധ്യാപകരിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, ഞാനൊരു ഡൗട്ടായിട്ട് ചോദിക്കട്ടെ, ഈ മൂല്യങ്ങളും മനോഭാവങ്ങളും കുട്ടികൾ അറിയാതെ നേടിയെടുക്കേണ്ടതല്ലേ ഇന്റേണൽ ആയിട്ട്? അല്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം? ഇതിന്റെ ഡൗട്ടായിട്ട് ചോദിക്കുകയാണ്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം? സന്ദർഭങ്ങളിൽ നമ്മളിപ്പോ ഇങ്ങനെ പെരുമാറുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിലപ്പം പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അവർക്ക് തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന രീതിയിലേക്ക്, അവർക്ക് തോന്നുന്ന രീതിയിലേക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അനുഭവങ്ങളിലൂടെയും എക്സ്പീരിയൻസിലൂടെയും ഒക്കെ കൊണ്ടുപോയി അവരിലേക്ക് എത്തിക്കുന്നതാണ് ശരിയായ രീതി. അതല്ലേ ഇപ്പൊ പൂക്കള് സംരക്ഷിക്കേണ്ട ഇതൊക്കെ ഒരു മൂല്യ മനോഭാവമാണല്ലോ. അപ്പൊ കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് അത് ഇന്ന മൂല്യങ്ങളാണ് കിട്ടേണ്ടത് അത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അതിനാണ് ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ നമുക്ക് പൂക്കൾ സമ്മാനമായിട്ട് കൊണ്ടുവരും. അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഈ പൂക്കൾ ആശ്രയിച്ച് കഴിയുന്ന ജീവികൾ ഏതൊക്കെയാന്ന് ചോദിക്കാം. ബട്ടർഫ്ലൈസ്, വണ്ട്, ഇതൊക്കെ പറയും. അപ്പൊ പറയുമ്പോ ചോദിക്കാം, ഇന്നേ ഒരു കുഞ്ഞു വണ്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ വന്നേ നമ്മുടെ പൂന്തോട്ടത്തില്, അതിങ്ങനെ ഇന്നലെ ഈ മൊട്ട് വിരിയുന്നത് നോക്കി നിക്കുക. അപ്പൊ അങ്ങനെ നോക്കി നാളത്തേക്ക് എനിക്ക് ഇവിടെ വന്നാൽ തേൻ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ബട്ടർഫ്ലൈ പോയത്. അപ്പൊ ബട്ടർഫ്ലൈ ഈ ഇവിടെ തേൻ കിട്ടുമെന്ന് കരുതിയോണ്ട് വേറെ എങ്ങൊന്നും തേൻ കുടിച്ചതുമില്ല. ആകെ ക്ഷീണിച്ച് തളർന്ന് നമ്മുടെ പൂന്തോട്ടത്തിൽ വന്നപ്പോ പൂവില്ല, അത് സോന പറിച്ചോണ്ട് പോയി. അപ്പൊ എന്ത് ചെയ്യും പാവം ബട്ടർഫ്ലൈയിലെ എന്ന് ചോദിക്കുമ്പോ കുട്ടിയുടെ മനസ്സിൽ അയ്യോ അങ്ങനെ ഒരു ബട്ടർഫ്ലൈ വന്നോ അല്ലെ വരുവോ എന്ന രീതിയിലേക്ക് ചിന്തിക്കും. അപ്പൊ നമ്മൾ അറിയാതെ ഒരു കഥയായിട്ട് നമുക്ക് വേണ്ടത് ഭാവനയാണ്. ഓക്കെ.
ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ചേച്ചിയുടെ മകൾക്ക് ഞാൻ സമ്മാനമായിട്ട് കൊടുത്തത് ഒരു ജേണൽ അവളെ എഴുതണം, മോനും എഴുതണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമാണ്. കാര്യം അവര് എഴുത്തിന്റെ ഒരു ശക്തി ഉണ്ടല്ലേ, നമ്മുടെ മനസ്സ് വളരെ സ്വസ്ഥമാവുന്ന ഒന്നാണ്. അപ്പൊ അത് എഴുതണമെങ്കിൽ ഒരു ബുക്ക് കൊടുത്തിട്ട് എത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ബുക്ക് നമ്മൾ കൊടുത്താൽ എഴുതാൻ പറഞ്ഞാൽ എഴുതില്ല. അത് അവർക്കൊരു ബേർഡൻ ആയിട്ട് തോന്നുന്നോണ്ടാണ് ഞാൻ അതിൻ്റെയോടൊപ്പം ഒരു കത്തും കൂടി വെച്ചിരുന്നത്. ചിലര് കണ്ടു കാണും എന്റെ സ്റ്റാറ്റസിൽ. അപ്പൊ ഞാൻ എഴുതിയത്, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എങ്കിലും കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ എഴുതിയത്, ഇത് എനിക്കൊരു പിന്നെ ഫെയറി തന്നതാണ്. ഇംഗ്ലീഷ് ലെറ്റർ ആണ്. അവര് UK-യിലായതുകൊണ്ട് മലയാളം വാക്കുകളൊക്കെ വായിക്കും കേട്ടോ, അമ്മയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ സെന്റൻസിലേക്ക് ആയിട്ടില്ല. അപ്പം അതെനിക്കൊരു ഫെയറി തന്നതാണ്. വേൾഡിലെ ബെസ്റ്റ് കുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാണ് ആ ഫെയറി അത് എനിക്ക് തന്നത്. അതുകൊണ്ടാണ് മോക്ക് കുഞ്ഞെ ഈ ബുക്ക് തരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ലെറ്റർ എഴുതിയിരിക്കുന്നത്. അപ്പൊ മോൾ എന്തതിൽ എഴുതിയാലും അത് നടക്കും എന്നാണ് ഫെയറി പറഞ്ഞത്. പക്ഷെ നിന്റെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാകരുത്, നമുക്ക് നേടാൻ കഴിയുന്നതായിരിക്കണം, അതിനുവേണ്ടി ഹാർഡ് വർക്കും ചെയ്യണം, എന്നാൽ നിന്റെ എല്ലാ ആഗ്രഹവും നടക്കും, ഇതിൽ എഴുതുന്ന എല്ലാ ആഗ്രഹവും നടക്കും. അപ്പോൾ നമ്മൾ ചുമ്മാതെ ഒരു മിത്ത് കുട്ടികളിലേക്ക് എത്തിക്കുകയല്ല. നമ്മൾ പറഞ്ഞ എന്താണ്, ഹാർഡ് വർക്ക് ചെയ്യണം, നിന്റെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാനും പാടില്ല, അതിൽ നീ പൂർണ്ണമായി വിശ്വസിക്കുകയും വേണം. ഇത്രയും വലിയ ആശയമാണ് നമ്മൾ ഒരു കഥയിലൂടെ കുഞ്ഞിനെ എത്തുക. അവൾക്കറിയാം അങ്ങനെയൊന്നുമില്ല, ഫെയറി ഇല്ല, അങ്ങനെയൊക്കെ അറിയാം, പക്ഷെ അവൾ അതിനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ചെന്ന് അമ്മയോട് പറയണം, അമ്മ അജുകുഞ്ഞ് എന്നെ എത്ര വാല്യൂ ചെയ്യുന്നുണ്ട്, അജുകുഞ്ഞിക്ക് ഫെയറി കൊടുത്ത ബുക്കാണ് എനിക്ക് തന്നിരിക്കുന്നതെന്നാണ് കുഞ്ഞ് പറയുന്നത്. അപ്പൊ ഞാൻ അവളെ എത്രമാത്രം, അവളിൽ എന്തെല്ലാം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് അവൾ അത് മനസ്സിലാക്കുന്നു ആ ഒരു സിറ്റുവേഷനിൽ. അപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, അപ്പൊ അവൾ ആദ്യം എഴുതിയ വിഷയാണ് എന്നെ ഏറ്റവും പിന്നെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, അല്ലെങ്കിൽ എന്റെ മനസ്സ് നിറച്ചത്. അവൾ എഴുതിയ വിഷ്, അജുകുഞ്ഞിയുടെ ക്ലാസ് എല്ലാം സൂപ്പറായിട്ട് പോകണം, അജുകുഞ്ഞിക്ക് സന്തോഷം ഉണ്ടാവണം എന്നാണ് അവൾ എഴുതിയത്. അവൾക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ പറഞ്ഞത് അവളുടെ വിഷുകൾ എഴുതുക, അത് നടക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടതെന്നാണ്. പക്ഷെ അവള് ചിന്തിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ തന്നെ എനിക്ക് തോന്നി ചെയ്തത് നന്നായി. കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. ആള് 3ാം ക്ലാസ് അത്രയാണ്. അപ്പൊ അത് ഒരു സന്തോഷം. അപ്പൊ അത് കുട്ടികളിൽ നമ്മൾ അറിയാതെ ഒരു ഫാന്റസി കലർത്തി കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്. ഫാന്റസി ആണ് എന്ന് അവർക്ക് ബോധ്യമാകുന്ന സമയത്ത്, അല്ലാതെ നമ്മൾ ഒരിക്കലും അവരെ തെറ്റായ രീതിയിലേക്ക് അവരെ നയിക്കരുത്. അങ്ങനെ വിശ്വാസമുള്ള കുട്ടികളോട് ഒരിക്കലും നമ്മൾക്ക് ഈ കഥ പറയരുത്. അതായത് അമാനുഷിക ശക്തികളിലേക്ക് വിശ്വസിക്കുക, ആത്മവിശ്വാസം ഇല്ലാതെ ആരെങ്കിലും വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഇരിക്കുക, അമിത ദൈവവിശ്വാസം, അത് അന്ധവിശ്വാസമാണ്. അങ്ങനെയൊക്കെ സാധ്യതയുള്ളിടത്ത് നമ്മൾ ഈ പ്രയോഗമേ പാടില്ല, നമ്മൾ മറ്റൊരു രീതി ഉപയോഗിക്കണം. അപ്പം അങ്ങനെ കുട്ടിയെ അറിഞ്ഞു വേണം കഥകൾ മെനയാനും പറയാനും, അത് അവരെ സ്വാധീനിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ടീച്ചറെ. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം അല്ലേ?